4 ഇഞ്ച് 6 ഇഞ്ച് 1 2. നമ്മളിൽ എത്ര പേരാണ് പൂർണ്ണമായി സസ്യമുക്കായത്? ഏകദേശം. ഇപ്പോൾ കൊറോണ കാലത്താണ് ഈ ഒരു ഓൺലൈൻ സത്സംഗം തുടങ്ങിയത്. എന്നാലും അത് കഴിഞ്ഞിട്ടും ഭക്തജനങ്ങൾ ഇങ്ങനെ ഏകദേശം 2-3 വർഷകാലമായി ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വളരെ വളരെ നല്ലതാണ്. ഇനി നമ്മൾ ക്രമേണ ആധ്യാത്മിക ജീവിതത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങണം. ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ തന്നെ 3 വർഷം ഇരുന്നാൽ നല്ല കുട്ടിയാണോ? മിടുക്കിയാണോ? അല്ല. അടുത്ത കൊല്ലാവുമ്പോൾ എന്താവണം? 6ലേക്ക് പോകണം. അതേപോലെ ആധ്യാത്മികം പരിശീലിക്കുന്ന നമ്മൾ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകണം. വേണോ വേണ്ടേ? വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ തൊട്ടും തൊടാതെയൊക്കെ കാര്യങ്ങൾ പറയും. ഇന്നും അങ്ങനെ തന്നെ പറയണോ? അല്ല തുറന്നു പറയണോ? ഉറപ്പാണ്. ഭൗതിക ജീവിതത്തിൽ ഒരു അച്ഛനും അമ്മയും ഇല്ലാതെ കുഞ്ഞുണ്ടാകുമോ? അതേപോലെ ആധ്യാത്മിക ജീവിതത്തിലും ഗുരുവിൻ്റെ ഭഗവാന്റെ കടാക്ഷമില്ലാതെ മോക്ഷപ്രാപ്തി ഉണ്ടാകില്ല. ആധ്യാത്മിക ജീവിതം തുടങ്ങിയാൽ ഒരു പരിധി കഴിയുമ്പോൾ ആരുടെ അനുഗ്രഹം വേണം? ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ഗുരുവില്ലാതെ ഇപ്പോൾ ഭൗതികമായി വിദ്യാഭ്യാസം പഠിക്കാൻ പോയാലും ഞാൻ ഡോക്ടറാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? ഒരു കോളേജിലും പോയിട്ടില്ല. പഴയ പേപ്പർ കടയിൽ നിന്ന് ഞാൻ പുസ്തകം വാങ്ങിച്ച് ഇരുന്ന് പഠിച്ചു, ഞാൻ ഡോക്ടറാണ് എന്ന് ചികിത്സിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കയ്യും കാലും കൊണ്ടുപോകും? ഇല്ല. ആധികാരികമായി പഠിച്ചിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എവിടെയാണ് പരിശീലിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അതേ ആധ്യാത്മികം പരിശീലിക്കുമ്പോൾ അവിടെയും ഒരു വിദ്യാലയം വേണം. ഗുരു അച്ഛനും ശാസ്ത്രം അമ്മയും ആണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഭഗവത്ഗീത, ഭാഗവതം, വേദങ്ങൾ, രാമായണം, മഹാഭാരതം, ഇതിഹാസം, ഇതെല്ലാം അമ്മയും ഗുരു അച്ഛൻ. ഇവര് 2 പേരും ചേർന്നാണ് ആ ആധ്യാത്മിക വ്യക്തിക്ക് ജന്മം കൊടുക്കുന്നത്. കൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഭഗവാന്റെ ഗുരു ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ആരാ കൃഷ്ണന്റെ ഗുരു? സാന്ദീപനി മഹർഷി. ഓക്കെ. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുരു ആരാ? വസിഷ്ഠൻ. ശങ്കരാചാര്യ സ്വാമികൾക്ക് ഗുരു ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആരാണ്? പേരറിയില്ല. ഗോവിന്ദാചാര്യ, പിന്നെ രാമാനുജാചാര്യ, മധ്വാചാര്യ, ഇതൊക്കെ എല്ലാവർക്കും ഗുരു ഉണ്ടായിരുന്നു. മീരാബായിക്ക് ഗുരു ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ഗുരു. ഇപ്പൊ നമ്മൾ ശിക്ഷാ ഗുരുവായിട്ട് സ്വാമി പ്രഭുപാദയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് ആരുടെ പുസ്തകമാണ്? പ്രഭുപാദ സ്വാമികൾ വ്യാഖ്യാനം അത്രയേ ഉള്ളൂ. പ്രഭുപാദ സ്വാമികൾ ഭഗവത്ഗീതയും ഭാഗവതം ഒന്നും എഴുതിയിട്ടില്ല. അത് സാധാരണ മനുഷ്യര് മനസ്സിലാക്കാൻ വേണ്ടി അതിലൊരു വ്യാഖ്യാനം, ഒരു വിശദീകരണം കൊടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പരമശിക്ഷാ ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന, ഗീതയും ഭാഗവതവും എല്ലാം പഠിപ്പിക്കുന്നവരാണ് സ്വാമി പ്രഭുപാദൻ. അദ്ദേഹം 1977 സമാധിയാണ്. 77 തന്നെ സമാധിയാണ്.
അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ 80-85 ഭാഷകളിൽ തർജ്ജിമ ചെയ്തിരിക്കുകയാണ്. അറബി, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു ഷെൽഫ് ഉണ്ട്, അവിടെ അന്നദാനം ഒരു ഷെൽഫ് എഴുതി വെച്ചിട്ടുണ്ടോ? അതിനകത്ത് നോക്കിയാൽ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലുള്ള ഭഗവത്ഗീതയും അതാണ്. അറബി, ഉറുദു, യൂറോപ്പ് ഭാഷകൾ ഇന്ന് ലോകത്ത് എല്ലാവർക്കും ഇത് വായിക്കാനും ജീവിതത്തിൽ ആചരിക്കാനും ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും പരമശിക്ഷാഗുരു ആരാണ്? പ്രഭുപാദ് സ്വാമികൾ. ശ്രീല പ്രഭുപാദ് കീ എന്ന ഗുരു പരമ്പര. പ്രഭുപാദ പുസ്തകങ്ങൾ രചിച്ചുവെങ്കിലും ഇനി വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവരെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ദീക്ഷ കൊടുത്ത് അവരെ ഉയർത്താൻ ഒരു ഗുരു വേണോ? പൊതുവെ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത്, ഞാൻ നാമം ജപിക്കുന്നു, ഭഗവാനെ പൂജിക്കുന്നു, നടുക്ക് ഒരു കച്ചവടക്കാരൻ എന്തിനാണ് എന്നൊരു ഒരു ചിന്ത എല്ലാവരും മനസ്സിലും ഉണ്ടാകും. എനിക്കൊരു കാലത്ത് ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരോ ഇല്ലേ? നടുക്ക് എന്തിനാണ് ഇനിയുള്ള? ഇത് പരിശീലിച്ച ഒരാൾക്ക് മാത്രമേ അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റൂ. എൻ്റെ പോക്കറ്റിൽ 100 രൂപയുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും പൈസ ചോദിച്ചിട്ട് വന്നാൽ എനിക്കൊരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കും. എൻ്റെ അടുത്ത് ഒരാൾ 500 രൂപ ചോദിച്ചാൽ ഞാൻ അവിടെ കൊടുക്കുന്നു ഇല്ല. അപ്പൊ ഭഗവാനുണ്ട്, ഭക്തി പരിശീലിക്കുന്ന ഒരു ഗുരുവുണ്ട്. അദ്ദേഹത്തിന്റെ താഴെ നമ്മൾ പോകുമ്പോൾ അദ്ദേഹം പരിശീലിക്കുന്നത് കൊണ്ട് അദ്ദേഹം അനുഗ്രഹിക്കും. അപ്പൊ നമുക്കത് പരിശീലിക്കാൻ സാധിക്കും. ഗുരു ഇല്ലാതെ ഭഗവാന്റെ അടുത്ത് പോവാൻ സാധിക്കും. ഗുരു ഇല്ലാത്തവർക്കെല്ലാം ആരാണ് ഗുരു എന്ന് ചോദിച്ചാൽ ബലരാമനാണ് ഗുരു. ആദിശേഷി, അനന്തൻ ബലരാമനാണ്. അപ്പൊ ഗുരു കടാക്ഷമില്ലാതെ ആർക്കും ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കും. ഈ പറഞ്ഞത് എത്ര പേര് സമ്മതിക്കും? അതിന് സംശയമില്ലല്ലോ. കൂടുതൽ വിശദീകരിക്കണമോ? ഗുരു തീർച്ചയായും. അതുകൊണ്ടാണ് പണ്ട് മാതാ പിതാ ഗുരു ദൈവം, ഇതെല്ലാവരും കേട്ടിട്ടുള്ള പഴഞ്ചൊല്ല. പക്ഷെ ഇതെന്തിനാണ് എല്ലാവരും മാതാ പിതാ ഗുരു, മാതാ പിതാ, ഇത് എന്തിനാണ് ഈ ഒരു ഓർഡറിൽ തന്നിരിക്കുന്നത്? ആദ്യം അമ്മ. ഒരു കുട്ടിക്ക് ഇതാണ് നിന്റെ അമ്മ എന്ന് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മൃഗം, ഒരു പശു പോലും കിടാവിനെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ അമ്മ പശുവിനെ കൊണ്ടുപോയി 100 പശുക്കളുള്ള തൊഴുത്തിൽ ഇട്ടാൽ ഇത് കണ്ണു തുറന്നാല് അവിടെ 100 പശു. ഈ കിടാവിന് മിസ്റ്റേക്ക് വരും. ഹലോ, എൻ്റെ അമ്മയാണോ, എൻ്റെ അമ്മയാണോ? ഒന്നുമില്ല. ഇത് ഡയറക്റ്റ്ലി ആരെടുത്ത് ഓടും? അമ്മയുടെ. അപ്പൊ അമ്മയുടെ കയ്യിൽ ആ ദൈവം ആ ജീവനെ കൊടുക്കുന്നത് ആദ്യം. ഈ ഭൂമിയിൽ തന്നെ അനേകം ജനന മരണ ചക്രത്തിൽ ചുറ്റിക്കിടക്കുന്ന ജീവാത്മാവിന് ഒരു അവസരം, മനുഷ്യ ജന്മം കിട്ടാൻ ആരെ വിശ്വസിച്ചയക്കുന്നത്? ഒരു സ്ത്രീയെ വിശ്വസിച്ച. എത്ര വലിയ ക്രൂരതയാ ആ സ്ത്രീ പോയി അബോർഷൻ ചെയ്താൽ. മഹാപാപമാണ് എന്ത്? അബോർഷൻ. അപ്പൊ ആദ്യം അമ്മ ലാളനം 5 വർഷം. 5 വർഷം ആ കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്യുന്നു? ലാളിക്കുന്നു. പാവാട്ടൊക്കെ പറയും. ചില അമ്മമാർക്ക് മണ്ടത്തരം പറ്റും. 25 കഴിഞ്ഞില്ല അടിച്ചോളൂ. അത് മഹാ തെറ്റാണ്. ഇല്ല, ചിലരൊക്കെ ഉണ്ട്. എനിക്കിപ്പോഴും അറിയാം. 10-20 വയസ്സായി വായിൽ ഭക്ഷണം വെച്ചു കൊടുത്തു. നമ്മുടെ വീട്ടിലുള്ള എവിടെയെങ്കിലും സംഭവിക്കാറുണ്ടോ? 5 വയസ്സ് വരെ ലാളൻ, മാതാ, അടുത്തത് പിത, പാഠനം 10 വർഷം. അച്ഛൻ എന്ത് ചെയ്യുന്നു? 5 തൊട്ട് 15 വരെ പാഠം എടുത്തിട്ട് അടിക്കുക. എന്ന് വെച്ചാൽ അടിക്കാറില്ല,
കുറച്ച് കർശനമായി ഇങ്ങനെ വേണം, ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, ഇത് നല്ലതാ, ഇത് ചീത്തയാ എന്നൊക്കെ ആ വകഭേദം ഉപദേശിക്കുന്ന ഉത്തരവാദിത്തം ആരുടെയാ? കാരണം കുട്ടികൾ അമ്മയെ ഈസിയായിട്ട് പഠിച്ചാൽ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ വിശ്വസിക്കും, കരയുമ്പോൾ വിശ്വസിക്കും അല്ലേ? അപ്പോ അവിടെ അച്ഛൻ വരുന്നു. ആ കരഞ്ഞാലൊക്കെ ശരി, നീ കരഞ്ഞിട്ട് വാ, പിന്നെ നോക്കാം. 5 മുതൽ 15 വരെ ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവർ രണ്ടുപേരും അവരുടെ റോൾ, അവരുടെ ഭാഗം കൃത്യം നിർവഹിച്ചതിന് ശേഷം 15-ൽ കൊണ്ടുപോയി ആരെ ഏൽപ്പിക്കുന്നു? ശ്രീരാമനെ വന്നിട്ട് ഗുരുകുലത്തിൽ പറഞ്ഞുവിട്ടപ്പോൾ 12 വയസ്സ്, പ്രഹ്ലാദനെ ഗുരുകുലത്തിൽ പറഞ്ഞുവിട്ടപ്പോൾ വയസ്സ് 10. അപ്പൊ ഒരു 10-15 ആകുമ്പോ കുട്ടിയെ ആരെ കയ്യിലേൽപ്പിക്കുന്നു? ഗുരുവിന്റെ കയ്യിൽ. ഡേ സ്കോളേഴ്സ് ഒന്നുമില്ല, എല്ലാവരും ആശ്രമത്തിൽ തന്നെ. അത് രാജകുമാരനായാലും ശരി, മന്ത്രിയുടെ പുത്രനായാലും ശരി, സാധാരണക്കാരനായാലും ശരി, എല്ലാവരും എവിടെ താമസിക്കണം? ഗുരുവിന്റെ ആശ്രമത്തിൽ താമസിച്ച് അവിടെ അടിച്ചു വാരണം, പാത്രം കഴുകണം, തുണി അലക്കണം, എല്ലാ ജോലിയും ചെയ്യണം. ചെയ്ത് ഇപ്പോഴും ജെ കൃഷ്ണമൂർത്തി കേട്ടിട്ടുണ്ടോ? ഒരു ഫിലോസഫർ, ആന്ധ്രയിൽ താമസിക്കും, കുറെ പുസ്തകങ്ങളൊക്കെ എഴുതി, കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അദ്ദേഹം ഇന്റർനാഷണൽ സ്കൂൾ ആന്ധ്രയിൽ നടത്തുന്നു. 100 കണക്കിന് കുട്ടികളുണ്ട്. ഇന്നും ഗുരുകുല രീതിയിൽ കൊണ്ടുവന്നില്ല. മാസത്തിൽ ഒരു ദിവസം പാരൻസ് വന്ന് കാണും. വരുമ്പോൾ വിലപിടിപ്പുള്ള യാതൊരു സമ്മാനവും കൊണ്ടുവരാൻ പാടില്ല. അഥവാ അവര് കൊണ്ടുവന്ന 300 കുട്ടികൾക്ക് കൊണ്ടുവരും. അപ്പൊ ഏതെങ്കിലും അച്ഛനോ കൊണ്ടുവരുമോ? കൊണ്ടുവരും. ഇന്നും നടക്കുന്നത് പോലെ. അപ്പൊ ഗുരുവിന്റെ കയ്യില അടുത്ത ചില വർഷങ്ങൾ ഗുരു കണ്ടുപിടിക്കും ഇവന്റെ ഗുണം എന്താണ്, ഭാവം എന്താണ്. ഗുരു കണ്ടു. ഗീതയിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ ക്ഷത്രിയനാണോ, ഇവൻ വൈശ്യനാണോ, ശൂദ്രനാണോ എന്ന് ആരാ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ അങ്ങനെയല്ല. അച്ഛൻ ബ്രാഹ്മണൻ, കുട്ടിയില്ല. അച്ഛൻ ഡോക്ടർ, കുട്ടി ഡോക്ടർ. സംഭവിക്കുമോ? അച്ഛൻ പോലീസുകാരൻ, കുട്ടി പോകും. അച്ഛൻ കള്ളൻ, മകനുണ്ടാവും. അങ്ങനെയൊക്കെ വരുമോ? അതേപോലെ വർണ്ണവും അതുപോലെ അല്ല. ജന്മം കൊണ്ടല്ല ജാതി. അത് ജാതി എന്ന് പറയുന്നത് വർണ്ണം അവരവരുടെ സ്വഭാവം കൊണ്ടാണ്. അപ്പൊ ഗുരു തിരിച്ചറിയുന്നു ഇവൻ ശാന്തൻ, അടിയൊന്നും പോവില്ല, വെറുതെ അനാവശ്യമായ മറ്റുള്ളവരെ ഹൃദയം വേദനിക്കുന്ന വാക്കുകളൊന്നും അറിയില്ല, എല്ലാവരിടത്തും സൗമ്യമായ ഇടപഴകും, ആലോചിച്ച് ചിന്തിച്ച് ക്ഷമയോട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പകുതിയിൽ ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അയാൾ എന്തായിത്തിരിക്കും? ബ്രാഹ്മണനായി. ഇനിയൊന്നും തൻ്റെ കാര്യം മാത്രം സ്വാർത്ഥനല്ല, മറ്റുള്ളവർക്കും കൊടുത്തത് ഇറങ്ങി നിൽക്കും. ഭക്ഷണം കിട്ടിയാലും 10 പേർക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. എല്ലാത്തിനും കൂട്ടുനിൽക്കും, സംരക്ഷിക്കും, സഹായിക്കും. അപ്പൊ അവനാരാ? ക്ഷത്രിയൻ. എന്ത് ചെയ്താലും നോട്ടം പൈസയിൽ മാത്രമേ ഉള്ളൂ. അവനാരാ? വൈശ്യൻ. താഴെ വീണാൽ കുറച്ച് പൈസ കിട്ടിയാലേ എണീക്കത്തുള്ളൂ. എന്ത് ചെയ്താലും ചിന്ത മുഴുവനും എതിരാ പണത്തിൽ. അവനാരാ? വൈശ്യൻ. ഒന്ന്, സ്വയമായി ചിന്തിച്ച് ചെയ്യാൻ കഴിയില്ല, പക്ഷെ പറഞ്ഞാൽ കൃത്യം ചെയ്യും. ആലോചിച്ച് തീരുമാനമെടുക്കാൻ പറ്റില്ല. ചിലരൊക്കെ രാവിലെ എണീറ്റോടെ ഇതിലുണ്ടാകുന്ന ദോഷം, ഉപ്പുണ്ടാകുന്ന ഭയം. ഈ കൺഫ്യൂഷൻ എത്ര പേർക്ക് രാവിലെ സംഭവിക്കാറുണ്ട്? ഒരുപാട് ആലോചിച്ച് ദിവസം ഉണ്ടാക്കുന്ന അതേ സാധനം. സ്വയം ചിന്തിക്കാൻ പറ്റുന്നില്ല, പക്ഷെ വഴി നടത്തി കൊണ്ടുപോകുന്ന ഒരാളുണ്ടെങ്കിൽ മുന്നോട്ട് വരും. അവൻ ഇതിൽ ഒന്നും ഉയർന്നതോ താഴ്ന്നതോ അല്ല. ഇന്നത്തെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായി. എന്താണ്? ഇവർ കൂടിയ ആൾക്കാര്, അവർ കുറഞ്ഞ ആൾക്കാർ. ബ്രാഹ്മണോ അസ്യ മുഖമാസീത്, ഭഗവാന്റെ തിരുമുഖം ബ്രാഹ്മണൻ, ബാഹു രാജന്യ കൃതഃ
കൈകൾ ക്ഷത്രിയന്മാർ, ഉരു തദ്യത് വൈശ്യഃ വൈശ്യൻ വയറും, പദ്ഭ്യാഗം ശൂദ്രോ അജായത്തെ പാദങ്ങൾ ശൂദ്രൻ. അപ്പൊ ഭഗവാന്റെ മുഖം ബ്രാഹ്മണൻ, കൈകൾ ക്ഷത്രിയന്മാർ, വയറ് വൈശ്യൻ, കാല് ശൂദ്രൻ. ഇപ്പൊ ഏത് അവയവമാണ് ഇമ്പോർട്ടന്റ്? ഇത് അറിയാതെ ആൾക്കാർ ഞാൻ ഉയർന്നത്, നീ താഴ്ന്നത്, അവൻ വലുത്, ഇവൻ ചെറുത്. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ വ്യക്തമായി പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഇത് നാലും ഞാനാ ചെയ്തത്. ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ, ജന്മം കൊണ്ടല്ല. അപ്പൊ നിങ്ങൾ അപ്ലിക്കേഷനിൽ എഴുതുന്നതൊക്കെ ശരിയാണ്. ഹിന്ദു, നായർ, അതിലൊരു സബ്കാസ്റ്റ്, അലക്കിയ നായർ, അലക്കാത്ത നായർ, കുളിച്ച നായർ, കുളിക്കാത്ത നായർ, കുറേ സബ്കാസ്റ്റ്. അതിൻ്റെ ശരിക്കും ഈ സബ്കാസ്റ്റ് ഒക്കെ ചെന്ന് ആലോചിച്ച് നോക്കൂ. ജോലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. പൂക്കൾ കെട്ടുന്നവര് ഭാര്യ, മന്ത്രം ചൊല്ലുന്നവര് ശർമ്മ, എല്ലാം ജോലിയുടെ അടിസ്ഥാനത്തിലാണ്, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇത് കണ്ടുപിടിക്കുന്ന ജോലി ആരുടെയാണ്? ഗുരു കണ്ടുപിടിച്ചിട്ട് അതിന് അനുയോജ്യമായ വിദ്യ പഠിപ്പിക്കും. ഇവിടെ അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും മാത്സ് എത്ര പേർക്ക് ഇഷ്ടമല്ല? ഒരുപാട് പേർക്ക് മാത്സ് ഇഷ്ടമല്ല. എന്നാലും 12ാം ക്ലാസ് വരെ പഠിച്ചു. പക്ഷെ ഗുരു എന്താ ചെയ്യുന്നത്? ഇവന്റെ ഗുണവും ദോഷവും എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ ഉയർന്ന് നല്ല ഒരു ജീവിതം നയിച്ച് ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഈശ്വരന്റെ അടുത്ത് തിരിച്ചു പോകാൻ അവന് വേണ്ടി ഒരു വിദ്യ ഉണ്ടാക്കി പഠിപ്പിച്ച് അവനെ ഉയർത്തിക്കൊണ്ടുവരും. ആ വിദ്യാഭ്യാസമാണോ ശരി? ഇന്നത്തെ വിദ്യാഭ്യാസമാണോ ശരി? ഏതാ ശരി? ഇന്ന് നമ്മളെല്ലാവരും പഠിക്കുന്നതിന് 3/4 ഭാഗവും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൈൻ തീറ്റ എല്ലാവരും പഠിച്ചാൽ, ആരെങ്കിലും ലൈഫിൽ യൂസ് ചെയ്താൽ വെറുതെ പഠിക്കാൻ കുറേ സാധനം. അപ്പൊ ഗുരു എന്ത് ചെയ്യുന്നു? ഇവന്റെ കാരണം കുറെ കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. വർണ്ണം ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഒരു ഇത് കൊടുത്ത് അവൻ തിരിച്ചു ഗുരു, മാതാ പിതാ ഗുരു. ആത്മാ അവസാനം എവിടെ പോകുന്നു? ഈ യാത്ര എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുത്ത് പോകാനുള്ള യാത്രയാണ്, വേറെ ഒന്നുമല്ല. ഇതിന്റെ ഇടയ്ക്ക് കുറെ നാടകം, ജഡ്ജ്, ലോയർ, അത് ഇത് കുറെ വേഷം നമ്മളാണ് കിട്ടുന്നത്. ഒരു 50-60 ആകുമ്പോൾ ആ വേഷം എല്ലാം അഴിച്ചു വെക്കേണ്ടി വരും. പിന്നെ ജീവിതം ഒന്നും കൂടെ ചുരുങ്ങും. ഈശ്വരന്റെ അടുത്ത് തിരിച്ചു പോവുക. ഈശ്വരന്റെ അടുത്ത് തിരിച്ചു പോയില്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റു എന്നർത്ഥം. വീണ്ടും ഭൂമിയിൽ വന്ന് ഒന്നും കൂടെ ജനിക്കണം. എത്ര പേര് റെഡി ഒന്നും കൂടെ കേരളത്തിൽ ജനിച്ച് ഒരിക്കൽ കൂടെ സ്കൂളിലൊക്കെ പോയി അതേ ഭർത്താവിന് ഒന്നും കൂടെ കല്യാണം കഴിച്ചു? വേണ്ട, എല്ലാവരും വേണ്ടെന്നാണ്. ഇത് ഒരു പരീക്ഷണമാണ്. അപ്പൊ ഈ പരീക്ഷയിൽ വിജയിക്കണം. അപ്പൊ എന്താണ്? ശരീരത്തിലിരുന്ന് ആത്മാവ് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കായേന വാച മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി അന്യത് സകലം പരസ്മൈ നാരായണായിതി സമർപ്പയാമി. അല്ലെങ്കിൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജനനി ശയനം, വീണ്ടും വീണ്ടും. പക്ഷേ അടുത്തത് ഏത് വീട്ടിലാണ് ജനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് അവിടെ തന്നെ തൊഴിൽ 13 വീട്ടിൽ ജനിച്ചാൽ ഒന്നും പറ്റില്ല. ആലോചിച്ച് നോക്കുക. അടുത്ത ജന്മം വല്ല ഉഗാണ്ടയിലോ എത്യോപ്യയിലോ അവിടെയൊക്കെ ജനിച്ചാൽ കുടിക്കാൻ വെള്ളം പോകും. മലയാളികൾക്ക് അഹങ്കാരം കൂടുതലാണ്. കാരണം കേരളത്തിൽ 44 നദി, തിന്നാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഏത് ഗ്രാമപ്രദേശങ്ങളിൽ പഴയ വീടുകളിൽ എവിടെ പോയാലും ചക്കയും മാങ്ങയും തെങ്ങും ഇല്ലാതെ വീട് എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ നമുക്ക് ചക്ക വേണ്ട. അത് മറ്റ് രാജ്യങ്ങളിൽ 3 ഒരു കവറിലിട്ടിട്ടാണ് വിൽക്കുന്നത്.
ക്യാൻസറിന് ആ കുട്ടി ഒരു ചക്കയില്ലേ, എന്താ ചക്ക, അത് നല്ലതാണ്. തൊട്ട മുന്നിൽ ഒരു മരം, രാത്രി മോഷണമാണ്. പിന്നെ ആരോ പറഞ്ഞ അതുകൊണ്ട് ഗുണമില്ല, പാർക്കും വേണ്ട, എല്ലാം നേരത്തെ വീണ്ടും. കേരളത്തിൽ ഒന്നിനും ബുദ്ധിമുട്ടില്ല. അഥവാ ബുദ്ധിമുട്ടാണെങ്കിൽ മനുഷ്യനവൻ കൃത്രിമമായി ഉണ്ടാക്കിയ പ്രശ്നമേ ഉള്ളൂ. പ്രകൃതി മനോഹരമായി. എന്താ പൊല്യൂഷൻ. ഡൽഹിയിലൊക്കെ പോകും, പകലും എല്ലാം വെച്ചിട്ട് വേണം നടക്കാൻ. അത് ഇപ്പൊ കേൾക്കുമ്പോൾ 52 ഡിഗ്രിയാണ്. 52 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരത്തിനകത്ത് ചോര പതുക്കെ തളച്ചു തുടങ്ങി. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എന്താ 10 മണിക്ക് ഓഫീസിൽ പോകണം. ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നതിന് ഒരുപാട് കാര്യമുണ്ട്. കാരണം ഇവിടെ പ്രകൃതി തന്നെ നമുക്കെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു ജീവിതം നമ്മൾ പരിപൂർത്തീകരിച്ച് നല്ലപോലെ ജീവിച്ച് അതിൽ വേണ്ടവണ്ണം കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം ഭഗവാനെ ശരണം. ഇത്രയും ലൈഫിന്റെ പർപ്പസ്. ഇത് അറിയാതെ നമ്മൾ എന്തെങ്കിലും ലക്ഷ്യങ്ങളെ മാറ്റിപ്പിടിക്കുന്നു. ഭഗവാനുള്ള ലക്ഷ്യത്തിനെ മാറ്റി വേറെ കാര്യങ്ങളിലോട്ട് പോകും. എന്നാൽ അതിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത്രയും ഭക്തജനങ്ങൾ കൂടിയിട്ടുണ്ട്. ജീവിതത്തിൽ 100% തൃപ്തരായിട്ടുള്ളവർ എത്ര പേരുണ്ട്? 100% തൃപ്തിയോടെ നിങ്ങൾക്കില്ല. അവരെ സങ്കടമൊക്കെ ഈ ജൂണാകുമ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഈശ്വരനെ ചേർത്താൽ മാത്രം എനിക്ക് പാടാൻ കഴിവുണ്ട്, അതെല്ലാം ഒരു പൂജ്യം. സമ്പത്തുണ്ട്, അതൊരു പൂജ്യം. അറിവുണ്ട്, അതൊരു പൂജ്യം. ആസ്തിയുണ്ട്, ഇതെല്ലാം പൂജ്യം. പക്ഷെ ഈശ്വരൻ എന്ന ഒന്നിനെ ചേർത്താൽ മാത്രമേ ഈ പൂജ്യത്തിനൊക്കെ വിലയുള്ളൂ. ആത്മീയ ചിന്ത ഇല്ലെങ്കിൽ ഇത്രയും പൂജ്യം വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതാണ് ഭഗവത്ഗീത പഠിക്കുക, വേറെ ഒന്നുമല്ല. അർജുന, നീ നിന്റെ ജീവിതത്തിന്റെ ഓട്ടത്തിൽ തന്നെ ഓടുക, കുഴപ്പമില്ല. കൂട്ടത്തിൽ ഈശ്വരനെ വെച്ച് യുദ്ധത്തിന് പോയാലും ശരി എന്നെ വിചാരിച്ചോളൂ. അപ്പൊ മഹാഭാരത മഹാത്മ്യത്തിൽ ഒരു നല്ല കഥ. കുരുക്ഷേത്ര യുദ്ധഭൂമി, യുദ്ധം നടക്കും. കുരുക്ഷേത്രം പോയവരുണ്ടോ? ആരെങ്കിലും? ഡൽഹിയിൽ ഒരു 4-5 മണിക്കൂർ മേലെ യാത്ര ചെയ്താൽ ഹരിയാന, ഭാരതത്തിൽ വെച്ച് 2ാമത്തെ വലിയ സരോവരം, കുളം, ബ്രഹ്മസരോവരം അവിടെയാണ്. അത് ചുറ്റി നടന്നു വരണമെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ, അത്ര വലിയ കുളമാണ്. അവിടെയായിരുന്നു കുരുക്ഷേത്ര ഭൂമി. അവിടെ യുദ്ധം നടന്ന സ്ഥലം. വലിയൊരു മൈതാനം പോലെ, കാട് പോലത്തെ സ്ഥലത്താണ് നടന്നത്. അവിടെ ഒരു മരത്തിൽ ഒരു പക്ഷി കൂട് വെച്ചു. ആ കൂട്ടിൽ കുറെ മുട്ടകളുണ്ടായി. ഈ പക്ഷി അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇനിയൊരു പക്ഷി അതിൻ്റെ അടുത്ത് ചോദിച്ചു, അവിടെ എന്താ യുദ്ധം നടക്കുക, ഭീമനും ആൾക്കാരും എല്ലാം ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്ത് സമാധാനത്തിലാണ് നിന്റെ മുട്ടയും കൂടൊക്കെ അവിടെ വെച്ചിട്ട് പോയത്? അപ്പൊ ആ പക്ഷി പറഞ്ഞു, മഹാഭാരത മഹാത്മ്യത്തിലുള്ള ഒരു പാഠം. മഹാഭാരത ആരാ എഴുതിയത്? വ്യാസമഹർഷി പറഞ്ഞു കൊടുത്തു. എഴുതിയതാരാണ്? അത് ഭയങ്കര രസമാണ്. എഴുതാൻ പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ മനസ്സിലായി. അപ്പൊ ഗണപതി ആദ്യം ഒരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ എഴുതാം, പക്ഷെ നിർത്താതെ പറയാം. നിർത്തിയാൽ ഞാൻ പറഞ്ഞിരുന്നു. വ്യാസനാകെ ബുദ്ധിമുട്ടില്ലായി. അപ്പൊ ആലോചിച്ച് പറയില്ലേ? അപ്പൊ വ്യാസൻ പറഞ്ഞു, എന്നാ ശരി, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കാം, പക്ഷേ നീ എഴുതുന്നത് മനസ്സിലാക്കിയിട്ട് വേണം, വെറുതെ എഴുതാൻ പാടില്ല. അപ്പൊ വ്യാസൻ എന്ത് ചെയ്തു? മഹാഭാരതത്തിൽ 3 ശ്ലോകം 4 ശ്ലോകം കഴിയുമ്പോൾ ഒരു കടങ്കഥ. എന്തിനായി കടങ്കഥ ഇടുന്നത്? അപ്പൊ ഗണപതി ഒന്ന് ആലോചിക്കും. ആ സമയം കൊണ്ട് വ്യാസൻ ആലോചിച്ച് അടുത്തത് പറഞ്ഞു. ഫസ്റ്റ് ശ്ലോകം തന്നെ മഹാഭാരതത്തിൽ ഒരു പസിലാണ്, ഒരു കടങ്കഥയാണ്. എന്താ കടങ്കഥ? ഉച്ഛിഷ്ടം കൊണ്ട് ആ ദൈവത്തിന് അഭിഷേകം
സാധനം? എന്താണ് ഉച്ഛിഷ്ടം? തേൻ. ഈ ചെറിയ ബമ്പിൾ ബി, ഈ വണ്ടിൽ പൂവിലിരുന്ന് ഈ തേനെടുത്ത് എന്ത് ചെയ്യും? കുടിക്കും. കുടിച്ചിട്ട് കൊണ്ടുപോയി ആ കൂട്ടിൽ തുപ്പി വയ്ക്കും. അപ്പൊ ഉച്ഛിഷ്ടമല്ലേ? അതെടുത്താണ് അഭിഷേകം ചെയ്യുന്നത്, ഭഗവാന് അഭിഷേകം. ഇത് ഞാൻ അബദ്ധത്തിൽ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു നീ എന്തേലും. അപ്പൊ ഉച്ഛിഷ്ടം കൊണ്ട് ഭഗവാൻ അങ്ങനെ ഓരോ കണങ്ങൾ. അപ്പോ ഈ പക്ഷിയെടുത്ത് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് ഈ കൂടും മുട്ടയൊക്കെ വിട്ടിട്ട് പോയത്? അപ്പൊ ആ പക്ഷി പറഞ്ഞു, അതൊക്കെ ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ മയിൽപ്പീലി ചാത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ വ്യക്തി വിചാരിക്കാണ് എന്റെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു ചത്തുപോകട്ടെ എന്ന്. ആർക്ക് രക്ഷിക്കാൻ പറ്റും? അല്ല, ആ വ്യക്തി വിചാരിക്കാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ലെന്ന്. ആർ വിചാരിച്ചാലും എല്ലാവരും പറ്റില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിലുണ്ട് എന്ന് സന്തോഷത്തോടെ ഈ പക്ഷി പറത്താം. ഇതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു? ഒരു ആന ഒന്ന് ഇടിച്ച മരത്തിൽ കൂടെ നെസ്റ്റ് താഴെ. അവിടെയാണെങ്കിൽ എല്ലാവരും പക്ഷികളും എന്താ പറയുക, ആനയും കുതിരയും എല്ലാം ഓട്ടം അങ്ങോട്ട് ഭീമനൊക്കെയാ ഓടുന്നത്. ആ സമയം അർജുനനെ ചെയ്ത ഒരു അമ്പ്. അർജുനന്റെ ആവനാഴിക്കും അമ്പിനും ഒരു പ്രത്യേകതയുണ്ട്. അർജുനന്റെ വില്ലിന്റെ പേരെന്താണ്? ഈ ആവനാഴിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? എത്ര അമ്പ് ഉപയോഗിച്ചാലും അവിടെ തീരെയില്ല. ഇങ്ങനൊരു കാര്യമുണ്ട്. അമ്പ് എഴുത ആരെ പോയി അത് കൊള്ളിക്കണോ കൊല്ലണോ കൊന്നിട്ട് അത് നേരെ പോയി ഗംഗയിലൊന്ന് കുളിച്ച് ഫ്രഷായി തിരിച്ചൊന്നാക്കി. ആദ്യത്തെ റീസൈക്കിൾ എന്താ പറയാ ആരാ ചെയ്തത്? അർജുനന്റെ. പക്ഷെ ഉന്നം തെറ്റത്തില്ല. അന്ന് വിട്ട അമ്പ് ഉന്നം തെറ്റി വേറെ ദിശയിലോട്ട് പോകും. അർജുനന് ഭയങ്കര അത്ഭുതം. ഇന്ന് വരെ ഒരു ദിവസം പോലും എന്റെ അമ്പ് ഉന്നം തെറ്റിയിട്ട് ഇന്ന് എന്താ മാറിപ്പോകുന്നത്? എനിക്ക് അത്ഭുതം തോന്നി അർജുനൻ. ഈ അമ്പ് വേറെ ഒരു ദിശയിൽ ചെന്നിട്ട് ഒരു ആനയുടെ കഴുത്തിൽ വലിയൊരു മണിയുണ്ടായി. ഒരു ആന ഓടിക്കൊണ്ടിരിക്കുക. ആ മണിയെ കട്ടി. ഈ മണി വന്ന് നേരെ നിലത്ത് വീണു. വെളിന്റെ പുറത്ത് ആ നെസ്റ്റിന്റെ റൂട്ടിന്റെ 18 ദിവസം മണി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കൂട്ടിനോ മുട്ടയ്ക്കോ ഒന്നും സംഭവിച്ചു. നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുക. ഉപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഓരോരു ജീവനും ഭഗവാന്റെ പ്രത്യേക താല്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭഗവാൻ വന്ന് കുടികൊള്ളുന്നത്. ഗീതയിൽ ആ ശ്ലോകം, ഈശ്വര സർവഭൂതാനാം ഹൃദയേഷേർ അർജുന തിഷ്ഠതി. അർജുന, ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്. ഓരോരുത്തരെ കുറിച്ചും എനിക്ക് വ്യക്തിപരമായ താല്പര്യമുണ്ട്. സുഹൃതം സർവഭൂതാനാം, എല്ലാവരുടെയും ഉത്തമനായ സുഹൃത്തും ഞാൻ തന്നെ. ഞാനല്ലാതെ വേറെ സുഹൃത്തില്ല. ആ ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചു പോകല നമ്മുടെ. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ആ പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഫസ്റ്റ് കാര്യം, മുടങ്ങാതെ നാമം ചെയ്യും. അതാണ് പരമപ്രധാനം. ഒരു മാല ജപിക്കുന്നവർ അടുത്തത് 4ലേക്ക് ഉയരണം. 4 ഒരു വർഷം ജപിച്ചു കഴിഞ്ഞാൽ അടുത്തത് എങ്ങോട്ട് പോകണം? 8ലേക്ക് ഉയരണം. 8 കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ അടുത്തത് എങ്ങോട്ടാ? അല്ലെങ്കിൽ ആ കുട്ടി അതേ ക്ലാസ്സിൽ 5 വർഷം. കാരണം സ്കന്ദപുരാണം ഒരു സംഖ്യ പറയുന്നു. എത്രയോ 4 കോടി നാമങ്ങളാണ് എന്നൊരു സംഖ്യ പറയുന്നു. അത്രയും നാമം ഒരു മനുഷ്യായുസ് കൊണ്ട് നമ്മൾ ജപിച്ച് തീർക്കണം. അല്ലെങ്കിൽ കട്ടുവാങ്ക രാജാവിനെ പോലെ ഒരു മന്ത്രം പരമഭക്തിയിൽ ജപിക്കണം. നമ്മളിൽ എത്ര പേരാണ് ഹരേ കൃഷ്ണ എന്ന് മന്ത്രം ചൊല്ലിയ ഉടനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു, കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ച് ബോധം കെട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ജപം തുടങ്ങിയ ഓട്ടം വരുന്നവർ എത്ര വരുന്നത്?
കട്ട്വാങ്ങിൽ പറഞ്ഞ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് മരണം എപ്പോഴാണ് വരാൻ പോകുന്നത് അത് മാത്രം നോക്കി പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കട്ടെ നമ്മുടെ മരണം എപ്പോഴാണ്, നമ്മൾ എന്ത് ചെയ്യും? പൈസയൊക്കെ ബാങ്കിലുള്ള സേഫാക്കി ആരുടെ ചില വിചാരിക്കുന്ന ആത്മബോധം എല്ലാം കാണുന്നുണ്ട്. കട്ട്വാങ്ങൻ ചോദിച്ചു, ഇനി ഞാൻ എത്ര കാലം ജീവനോടെ ഇരിക്കും? ദേവന്മാര് പറഞ്ഞു, ഒരു മുഹൂർത്തകാലം. ഒരു മുഹൂർത്തം എന്ന് പറയുമ്പോൾ 30 മിനിറ്റോ 40 മിനിറ്റോ. വിവാഹത്തിന് മുഹൂർത്തം, കല്യാണ മുഹൂർത്തം. കട്ട്വാങ്ങൻ ഇനി ഒരു മുഹൂർത്തകാലം മാത്രമേ ജീവനോടെ ഇരിക്കൂ. കട്ട്വാങ്ങൻ അത്ര ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ബാഹ്യമായ ബോധം കട്ട്വാങ്ങന് നഷ്ടപ്പെട്ടു. നമ്മളെ ചുറ്റി എന്ത് സംഭവിക്കുന്നു ആ ഒരു ബോധം നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ സംസാരിക്കാണ്, നിങ്ങളെല്ലാവരും ഇത് കേൾക്കാൻ. എന്നാലും നിങ്ങൾ എത്ര പേരാണ് ഈ പ്രഭു ക്യാമറ എടുക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും അല്ലേ? നമുക്ക് മതിക്കോ താങ്ക് യു വെരി മച്ച്. ശല്യപ്പെടുത്തിയതിന് ക്യാമറ. അപ്പോ നമുക്ക് ഒരു നിമിഷം പോലും ആ ഒരു ധ്യാനത്തിൽ വരാൻ സാധിക്കില്ല. പറ്റുമോ? പക്ഷെ കട്ട്വാങ്ങൻ എന്ത് ചെയ്തു? ഒരു മുഹൂർത്തകാലം മുഴുവൻ എൻ്റെ മരണസമയമായെന്ന് വിചാരിച്ച് ഭഗവാനെ മാത്രം ധ്യാനിച്ചു. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, ഒരു മന്ത്രം ജപിച്ച് തന്നെ കട്ട്വാങ്ങൻ മോക്ഷത്തിൽ ഒരു പ്രാവശ്യം ജപിച്ചു. പക്ഷെ നമ്മുടെ ജപം അത്രയും ശുദ്ധമല്ലാത്തതുകൊണ്ട് ഒരു കുട്ടിയുടെ കയ്യക്ഷരം ശരിയല്ല, അപ്പൊ ടീച്ചർ എന്ത് പറയും? എഴുതി ശരിയല്ല. കട്ട്വാങ്ങൻ ജപിച്ച പോലെ ഒരു ജപം നമുക്ക് സാധിക്കാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ജപിച്ച് ആ ഒരു അവസ്ഥയിൽ എത്തണം. അപ്പൊ ഒരു മാല ജപിക്കുന്നവർ 1 വർഷം കഴിഞ്ഞാൽ 4 ആക്കണം. 4 ജപിക്കുന്നവർ 8, 8 ഉള്ളവർ 16. ഇത്രയും 16 എന്ന് പറയുമ്പോൾ ഏകദേശം 2 മണിക്കൂർ വേണ്ടിവരും. അങ്ങനെ നമ്മൾ കൃത്യമായി കുറച്ച് വർഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോധം ക്രമേണ ശുദ്ധമായി ഭഗവാന്റെ തൃപാദങ്ങളിൽ ശരണമാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഭക്തജനങ്ങളിൽ എത്ര പേർക്ക് ഇത് കൂട്ടാൻ താല്പര്യം? കൂട്ടാൻ താല്പര്യം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു മാല ജപിക്കും. നിർബന്ധമില്ല കേട്ടോ, അതും നിർബന്ധമല്ല. നമ്മൾ ആലോചിച്ച് ബോധ്യപ്പെട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അറിയാതെ നിർബന്ധമില്ല, മനസ്സിലാക്കി ചെയ്താൽ. അപ്പൊ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരു മാല ജപിച്ചുകൊണ്ടിരിക്കുന്നവർ 4ലേക്ക് ഉയരണം. ഒന്നിലുള്ളവർ 4ലേക്ക് ഉയരണം. 4 ജപിക്കുന്നവർ 8ലേക്ക് ഉയരണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? 8 മാല എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ. 8 ജപിക്കുന്നവർ 16 എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ. അതിലാർക്കെങ്കിലും താല്പര്യമുണ്ടോ? അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മളൊരു സങ്കല്പം എടുക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ഗുരു കൃഷ്ണ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ജപം കൂട്ടണം എന്ന ആഗ്രഹമുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കുക. ഇവിടെ വരുന്ന ഒരു സംശയം മനസ്സിൽ വരുന്ന എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് സങ്കല്പം എടുത്തിട്ട് അഥവാ ഞാൻ ജപിച്ചില്ലെങ്കിൽ അതൊരു ദോഷമാകുമോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വരില്ലേ? ഭഗവാൻ പ്രേമസ്വരൂപിയാണ്. ഇപ്പോ എല്ലാവർക്കും മക്കളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മളെ പല തെറ്റായ പേരുകളിലായിരിക്കും വിളിക്കുക. അമ്മയെ മാത്രം എല്ലാ കുട്ടിയും അമ്മ. എത്രയോ കുഞ്ഞുങ്ങൾ അച്ഛനെ, മാമനെ, ചേട്ടനെയൊക്കെ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞ് വിളിക്കും. പിന്നെ അത് തന്നെ പേരായി മാറിയിട്ടുമുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഇല്ലേ? കുട്ടികളൊക്കെ എനിക്കറിയാം. എന്താണ്, തമിഴ്നാട്ടിലാണ് ഒരു പേര്. ആ കുട്ടി വളരെ ഫണ്ണി ആയിട്ടാണ് ആ പേര് വിളിച്ചത്. പിന്നെ അയാൾക്ക് അതിൻ്റെ പേരായി. അങ്ങനെ കുഞ്ഞുങ്ങൾ
ശരിക്കും ഉച്ചരിക്കാൻ, പറയാൻ, വ്യക്തമായി പറയാൻ സാധിക്കാതെ തെറ്റായി പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ അച്ഛനമ്മയ്ക്ക് ദേഷ്യം വരുമോ? ഇല്ല, അല്ലേ? അവർക്ക് സന്തോഷമേ ഉണ്ടാവൂ. എൻ്റെ മകനെ ഇങ്ങനെയൊക്കെ വിളിച്ചോ. ദൈവവും പ്രേമസ്വരൂപിയായതുകൊണ്ട് അഥവാ നമ്മുടെ ജപത്തിൽ തെറ്റുകുറ്റം സംഭവിച്ചാൽ, ഉച്ചാരണ ശുദ്ധി ഇല്ലെങ്കിലും, എണ്ണം തെറ്റിയാലും ഭഗവാൻ പറയോ, അവൻ 108 ജപിക്കാൻ 107 ജപിച്ചുള്ളൂ, വൈകുണ്ഠത്തിനകത്ത് കേൾക്കണ്ട, തിരിച്ചു പറഞ്ഞു, അങ്ങനെയൊക്കെ പറയും. അവിടെ വാദങ്ങൾ വന്ന ഉടനെ നിർത്തിയിട്ട് ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം പറയും എന്ന് ചോദിക്കും. അവരെ അകത്തിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം സങ്കല്പമെടുക്കുക. തെറ്റുപറ്റിയാലും എണ്ണം കുറഞ്ഞാലും കൂടിയാലും അതൊന്നും ഭഗവാന് പ്രശ്നമല്ല. ഭഗവാൻ പ്രേമസ്വരൂപിയാണ്, ആനന്ദസ്വരൂപിയാണ്. ആദ്യം സങ്കല്പം എടുക്കാം എന്ന് മനസ്സിൽ വിചാരിക്കുന്നവർ ഉയർത്തി, അതായത് 1 ജപിക്കുന്നവർ 4, 4 ഉള്ളവർ 8, 8 ഉള്ളവർ 16, അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പറയുന്ന മന്ത്രം ഏറ്റുക. സങ്കല്പം എടുക്കാൻ താല്പര്യം, നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ളവർ ഇന്ന് ഞാൻ പറയുന്ന മന്ത്രം ഏറ്റ് ബൈബിളില് അനേകം വചനങ്ങളുണ്ട്. ദൈവത്തിനെ സ്തുതിക്കുക, ദൈവത്തിനെ കീർത്തിക്കുക, ദൈവത്തിന്റെ നാമം ചൊല്ലുക. ക്രിസ്ത്യാനികൾ മാല വെച്ച് ജപിക്കുന്ന കണ്ടിട്ടുണ്ടോ? മുഹമ്മദീയർ ജപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹിന്ദുക്കളെല്ലാം സ്വർണം കെട്ടി കഴിക്കുകയും ജപിക്കത്തില്ല. ഇത് ഇന്ന മതത്തിനെന്നല്ല, എല്ലാവർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളതാ ദൈവത്തിന്റെ പേര്, നാമം ചൊല്ലുക. ഇനി അടുത്തത് പുറത്തു എന്ന ബോറടിക്കുന്ന, ഞാനൊരു 10-15 മിനിറ്റ് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ? രണ്ടാമത്തെ പടി സസ്യബുക്കായി പൂർണ്ണമായി എന്തായി മാറുക. അങ്ങനെ മാറിയവർ എത്ര പേരുണ്ട്? ഏകദേശം പകുതിക്ക്. നമ്മുടെ സംസ്കാരത്തിൽ, വീടുകളിൽ, നമ്മുടെ ആചാരത്തിൽ മത്സ്യമാംസ ഭക്ഷണമേ ഇല്ലായിരുന്നു. 1960-70 വരെയും വീടുകളിൽ നിങ്ങൾ എല്ലാവരും ചെന്ന് മുത്തശ്ശനും മുത്തശ്ശി അവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കൂ,
ഒരു 50 കൊല്ലം 60 കൊല്ലത്തിന് പുറകെ ആരുടെ വീട്ടിലും എന്തില്ലായിരുന്നു? മത്സ്യമാംസാദികളില്ല. അഥവാ ഒരു പുരുഷൻ വെളിയിൽ ചെന്ന് കഴിച്ചിട്ട് വന്നാലും സ്ത്രീകൾ എന്ന് പറയും വീട്ടിൽ കയറ്റത്തില്ല. വീട്ടിന്റെ ബാക്കിൽ കൂടെ വന്ന് പറമ്പിലെ കിണറ്റിന്റെ അവിടത്തെ ചെന്ന് ഉടുത്ത തുണിയോടെ ചെന്ന് കുളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കയറ്റുക. മത്സ്യമാംസം കഴിച്ചാൽ അമ്പലത്തിൽ പോകത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടം പോയി. ഇന്ന് വിവാഹം, പിറന്നാള്, പാലുകാച്ച് എല്ലാത്തിനും എന്തൊക്കെയാ കൊടുക്കുന്നത്? എന്ത് തോന്നുന്നു? ഇത് ശരിയാണോ തെറ്റാണോ? പാശ്ചാത്യ ആചാരങ്ങളെല്ലാം തലതിരിഞ്ഞ ആചാരം. നമ്മുടെ ഇതില് സനാതന ധർമ്മത്തിൽ വിളക്ക് കത്തിച്ചു വെച്ചാണ് എല്ലാ മംഗള ചടങ്ങ്. ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തു ചോറൂണ് നടത്തി, ഫ്രണ്ടിൽ എന്ത് കത്തിച്ചു വെച്ചോ അല്ലേ? ഭഗവാന്റെ പ്രതീകമാണ്. പക്ഷെ പാശ്ചാത്യ ഇതിൽ അങ്ങനെയല്ല. ഉള്ള മെഴുകുതിരിയില്ല കത്തിച്ചു വെച്ച് ഊതി അണച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു. വിളക്ക് കത്തിക്കുന്നതാണോ ആചാരം, അണയ്ക്കുന്നതാണോ? ഏതാ ശരി? അല്ലേ? എല്ലാം കലരും. പക്ഷെ അതൊക്കെ ഇപ്പൊ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാം കറക്റ്റ് ചെയ്യും. അപ്പോൾ മത്സ്യമാംസാദി ഭക്ഷണം പാടില്ല. അത് ഉപേക്ഷിച്ച് കുറച്ച് സമയമെടുക്കും ശീലിച്ചത് കൊണ്ട്. പക്ഷേ ക്രമേണ 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 അത് വേണ്ട. പക്ഷെ എന്ത് പറ്റിയിരുന്നു? ചോക്ലേറ്റിലും ഐസ്ക്രീമിലും കേക്കിലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാത്തിനും അതവര് ആ ഒരു അവസ്ഥയിൽ. അപ്പോ ആധ്യാത്മിക ചിന്ത ഉള്ള ഒരാൾക്ക് മത്സ്യമാംസ ഭക്ഷണം പാടില്ല. മുഹമ്മദീയ സമ്പ്രദായത്തില് ഹലാൽ എന്നൊരു പരിപാടി. എന്താ അത്? അവനെ കോഴി കുറുക്കനെയൊക്കെ പ്രാർത്ഥിച്ചങ്ങ് വെട്ടും. തേങ്ങ വെട്ടുമ്പോ പ്രാർത്ഥിക്കോ? തക്കാളി വെട്ടുമ്പോ പ്രാർത്ഥിക്കോ? അവർ കോഴി വെട്ടുമ്പോ പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിച്ചു വെട്ടുന്നത്? അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ ആൾക്കാർ ആ പ്രാർത്ഥനയുമില്ല. സഹ എന്ന് വെച്ചാൽ അവൻ, മാ എന്ന് വെച്ചാൽ ഞാൻ. മാംസഹ എന്ന വാക്കിന്റെ അർത്ഥം ആടിനെ വെട്ടാൻ പോകുമ്പോൾ ആട് ചേട്ട, എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നിന്നെ കാണുമ്പോൾ തിന്നണം, അതുകൊണ്ട് നിന്നെ വെട്ടി ഞാൻ കഴിച്ചോളാം. നീ 12 പ്രാവശ്യം മനുഷ്യനായി ജനിച്ച് ഞാൻ ആടായി ജനിച്ചോളാം, നീ 12 തവണ എന്നെ വെട്ടിക്കുന്നു. ഈ അഗ്രിമെന്റിന്റെ പേരാണ് മാംസഹ. ഞാൻ നീ ആയി പോകാം. മനസ്സിലായോ? ആ കോഴിയുടെ അടുത്തും ആടിന്റെ അടുത്തും ഒരു അഗ്രിമെന്റ് ആണ്. ഞാൻ നിന്നെ തിന്ന, നീ പിന്നെ എന്നെ തിന്നു. ഒരു പുസ്തക കവർ ചിത്രം തന്നെ എങ്ങനെയുണ്ട്, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു പശുവിന് മനുഷ്യന്റെ തലയും ഒരു മനുഷ്യന് ചെന്നായുടെ തലയും ഇതതിന് വ്യക്തത. മാംസം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നീയായി. നിനക്കൊരു അവസരം കണ്ടോ? അപ്പൊ എന്താ? ബൈബിളിൽ ഒരു കഥയുണ്ട്. കുന്നിന്റെ പുറത്ത് കുരുതി കൊടുക്കാൻ ഒരു ചെമ്മരിയാടിനെ വെച്ചിരിക്കുമ്പോൾ ജീസസ് അവിടെ ചെന്ന് ആ വിളക്കെല്ലാം തള്ളി പൊട്ടിച്ച്, കരിങ്കൽ വിളക്ക് പൊട്ടിച്ചിട്ട് ഈ ആടിന്റെ കെട്ടഴിച്ചു വിട്ടിട്ട് പറയും, നിങ്ങളുടെ കൈകളിൽ ചോര പടിഞ്ഞിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ബൈബിളിൽ കഴിക്കാൻ പാടില്ല. ഖുറാനിൽ ഒരു വരിയുണ്ട്, ഏതൊരു മനുഷ്യനവന്റെ ആമാശയത്തിനെ ശ്മശാനമാക്കുവോ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഇതെപ്പോ ശ്മശാനാവും? ഇതിനെല്ലാം പ്രാർത്ഥിടുമ്പോ. അപ്പൊ ഇന്ന മതമെന്നില്ല, എല്ലാ മതത്തിലും പങ്കിട്ടുണ്ട്. മാത്രമല്ല പശുവിന് അമ്മയുടെ സ്ഥാനം. നമ്മൾ സ്വന്തം അമ്മയുടെ പാല് കുടിച്ചതിനേക്കാളും എല്ലാവരും കൂടുതൽ ഏതാ കുടിച്ചത്? പശുവിന്. ഉപനിഷത്തും വേദങ്ങളും ചോദിക്കുന്ന ചോദ്യം, മനുഷ്യനെന്താ അത്ര വിശപ്പാണ്? തെന്നാലിരാമന്റെ അടുത്ത് കൃഷ്ണദേവരായ മഹാരാജാവ് ചോദിക്കും, ഏറ്റവും ഉയർന്ന മൃഗത്തിന്റെ പേര് പറയൂ.
എന്ന് പറയുമ്പോൾ തെന്നാലിരാമൻ പറയും കുതിര. കൃഷ്ണദേവരായ ചോദിക്കും പശുവല്ലേ ഏറ്റവും വലിയ ഒരു മൃഗം? തെന്നാലിരാമൻ പറയും പശു അമ്മയാണ്, മൃഗങ്ങളുടെ കുതിരയാണ്. മനസ്സിലായോ? മാത, നദി, ഭൂമി, പശു എല്ലാം. അപ്പൊ ആധ്യാത്മികമായി ഉയരുന്നവർ എടുക്കേണ്ട രണ്ടാമത്തെ തീരുമാനം എന്താണ്? മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിക്കുക. ചിലർ പറയും മുട്ട വെജിറ്റേറിയൻ ആണല്ലോ. അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഉപേക്ഷിക്കുക. ചിലപ്പോൾ ശീലിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മനസ്സിൽ നമ്മൾ തീരുമാനമെടുത്ത് ക്രമേണ. പിന്നെ ഇതിൻ്റെ കൂടെ ആൻസിലറി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വിഷയമാണ് പറ്റുമെങ്കിൽ ചെയ്യുക. എന്തൊക്കെയാണ്? ഉള്ളി, വെളുത്തുള്ളി, ചായ നിർബന്ധമില്ല. ഇതിൻ്റെ അത്രയ്ക്കും പാവം അതിനില്ല. എതിനാ പാവം കൂടുതൽ? ചായ കുടിക്കുന്നതിന് പാവം. കുടിച്ചാൽ ആധ്യാത്മികമായി ഉയരാൻ കുറച്ച് തടസ്സമുണ്ട്. നമ്മളെ അതിൻ്റെ ബന്ധനത്തിൽ കൊണ്ടുവരും. എത്രയോ പേരും ചായ കുടിച്ച് ശീലിച്ച ഫസ്റ്റ് രാവിലെ എന്ത് വേണം? ചായയിൽ. അത് ചായ മാത്രമല്ല, ചിലർ കണ്ണു തുറക്കുമ്പോഴാണ് ഫോൺ എന്ന് തപ്പും രാവിലെ. അത് കിട്ടിയാലേ അവർക്കൊരു സമാധാനം. ചില പഴയ കാരണവന്മാരുണ്ട്, പത്രം കിട്ടിയില്ലെങ്കിൽ രാവിലെ വീട്ടിൽ ഭൂകം. ഇതെല്ലാം അഡിക്ഷനാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അഡിക്ഷൻ ഉണ്ടാകും. ചിലർക്ക് ഫോൺ അഡിക്ഷൻ. ഫോൺ അഡിക്ഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ചിലർക്ക് ചായ, ചിലർക്ക് ഐസ്ക്രീം, ചിലർക്ക് ചോക്ലേറ്റ്, പലതരം. ചിലർക്ക് പിങ്ക് നിറത്തിന്റെ മീനില്ല. ചെരുപ്പ് പിങ്ക്, ഡ്രസ്സ് പിങ്ക്, കരപിങ്ക്, എല്ലാം നിറത്തിന്റെ പല ടൈപ്പ് അഡിക്ഷൻ. അപ്പൊ എന്താകും? ഇതിന് ഉപനിഷത്ത് പറയുന്ന ഒരു ഉദാഹരണം, ഒരു കുട്ടി കരയുമ്പോൾ കരച്ചിൽ നിർത്താൻ ആ കുട്ടിക്ക് അമ്മ മധുരം കൊടുക്കും. മധുരം കഴിച്ച് കുട്ടി എന്ത് ചെയ്തു? മധുരത്തിന് വേണ്ടി കരയാറ്. മനസ്സിലായോ? ഇവിടെയാണ് അഡിക്ഷൻ വരുന്നത്. ആദ്യം കരച്ചിൽ നിർത്താനാ ലഡ്ഡു കൊടുത്തത്. ലഡ്ഡു കഴിച്ച് പിന്നെ കുട്ടിക്ക് ലഡ്ഡു വേണം. ഇതാണ് മനസ്സ് കുരങ്ങെന്ന് പറയും. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിൽ കയറി അങ്ങ് പിടിച്ചിട്ട് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. യഥാർത്ഥ ചിലർ പറയും ചായ കുടിച്ചിട്ട് തലവേദന, അത് മനസ്സിന്റെ കളിയാണ്. കോമയിൽ കിടക്കുമ്പോൾ തലവേദന വരും. 40 ദിവസം കോമയിൽ പച്ചവെള്ളം പോലും കുടിച്ചു. ഇതൊരു കണ്ടീഷൻ. മനസ്സ് നമ്മളെ ഭ്രാന്താക്കണം. എങ്ങനെയാ? നമ്മൾ വാച്ച് കെട്ടുന്നു കയ്യിൽ, ഡെയിലി വാച്ച്. ഒരു ദിവസം വാച്ച് കെട്ടാൻ മറന്നുപോയി. ഓഫീസിൽ പോയി എന്ത് ചെയ്യും? 5 മിനിറ്റ് വെറും കൈ കൊടുക്കുന്നു അല്ലേ? ആ ശീലമായി മനസ്സിൽ വല്ലാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഒരേ സ്ഥലത്തെ നമ്മൾ ചെരുപ്പഴിച്ചിട്ടുള്ളൂ, അതേ സ്ഥലത്തെ നമ്മൾ ബാഗ് വെക്കുള്ളൂ. ആ അത് എന്ത് ചെയ്യുന്നു? ഒരു കാല് ട്രെയിനിൽ ബസ്സിൽ പോയാൽ ദിവസം ഏത് സീറ്റിൽ ഇരിക്കും അതേ സീറ്റിലേ ഇരിക്കുള്ളൂ. ഇതെല്ലാം ഗീത പറയുന്നു. അർജുന, 5 ഇന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സും ചേർന്നിട്ടാ നിന്നെ കൊരങ്ങാക്കി വെച്ചു. ഒരു കുട്ടി പറയും എനിക്ക് പച്ച കളറേ ഇഷ്ടമുള്ളൂ, എനിക്ക് നീല ഇഷ്ടമേ അല്ല. ഇനി ഒരു കുട്ടി പറയും എനിക്ക് നീലയെ ഇഷ്ടം, പച്ച ഇഷ്ടമേ. ഇതിനൊക്കെ എന്തെങ്കിലും കാരണമുണ്ട്? ഇതിനെന്താ കാരണം? നമ്മളെ കൂട്ടത്തിലുള്ളവർക്ക് എത്ര പേർക്ക് ഇഡ്ഡലിയേക്കാൾ ദോശ ഇഷ്ടം? കുറച്ച് പേർക്ക് ദോശ കഴിക്കാൻ. ഇതിനൊക്കെ കാരണകാര്യങ്ങളുണ്ടോ? മനസ്സ് നമ്മളിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കണ്ടീഷനാണ്. അത്രയേ ഉള്ളൂ. ശീലം എന്ന് പറയുന്നത് അത് മാത്രമാണ്. അതുകൊണ്ട് ഇതിന് വെളിയിൽ വരിക. മത്സ്യമാംസാദികൾ കഴിച്ചില്ലെങ്കിൽ ഊർജം കിട്ടും. അങ്ങനെയൊക്കെ ചില തെറ്റ്. നമ്മുടെ ആശ്രമത്തിൽ അന്തേവാസികൾ ഒന്നും കഴിക്കാതെ ഭയങ്കര പ്രശ്നം. സസ്യാഹാരത്തിന് മനുഷ്യന് വേണ്ടതുള്ളതെല്ലാം കിട്ടും. അപ്പോൾ ശരി, ഈ പോയിന്റ് രണ്ടാമത്തെ കാര്യം, ഇതെത്ര പേര് സമ്മതിക്കുന്നു? ആധ്യാത്മിക ജീവിതത്തിൽ സസ്യമുഖാവേണ്ടത് നിർബന്ധമാണ്. എത്ര പേര് സമ്മതിക്കുന്നു? എല്ലാവരും ക്രമേണ സസ്യമുഖാവാൻ ശ്രമിക്കും.
ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഏതൊക്കെ? ഉള്ളി, വെളുത്തുള്ളി, ചായ, ചായ, കോഫി പിന്നെ വന്നതാ. ആലോചിച്ച് നോക്കൂ, 10 ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ 40 പാക്കറ്റ് വാങ്ങിട്ട് വന്ന് മൊത്തം രാജ്യത്തിനെ കൊണ്ടുപോയി. അപ്പൊ അതിന് എത്ര പവർ ഉണ്ടാകും അല്ലേ? അവർ ഇന്ത്യയിൽ ആദ്യം എന്ത് വിൽക്കാനാ വന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചായപ്പൊടി വിൽക്കാണ്. അത് വിറ്റില്ല, ഫസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കല്ല, കുടിച്ച് ശീലിച്ചപ്പോൾ വിൽക്കാൻ പറഞ്ഞു. വെറും ചായപ്പൊടി കൊടുത്ത് ഒരു രാജ്യമേ വിളിച്ചുകൊണ്ട് എത്ര പവർ. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, എല്ലാ പച്ചക്കറികളും ഫലഭഞ്ജനവും എല്ലാ മംഗള വസ്തുക്കളും ദേവാസുരന്മാർ പാലാഴി മദനം ചെയ്തപ്പോഴായി വന്നത്. പാലാഴി മദനം ചെയ്തപ്പോഴാ ദേവന്മാർ ഒരു വശത്തും അസുരന്മാർ ഇനി ഒരു വശത്തും നിന്ന് പാലാഴി മദനം ചെയ്തപ്പോ അകത്തിരുന്ന് ധന്വന്ത്രി, മഹാലക്ഷ്മി, ഐരാവതം, ഉച്ചൈസ്വരസ് എന്ന കുതിര എല്ലാം അതിൽ പച്ചക്കറികളെല്ലാം അതിൽ നിന്നാ വന്നത്. പക്ഷെ ഉള്ളി, വെളുത്തുള്ളി മാത്രം. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവസാനം പാലാഴി മദനം ചെയ്തത് ലാസ്റ്റ് എന്താ കിട്ടിയത്? അവസാനം എന്താ കിട്ടിയത്? അമൃതം കിട്ടി അല്ലേ? അപ്പൊ ഉടനെ മോഹിനി വന്നിട്ട് പതുക്കെ അസുരന്മാരെ കയ്യിൽ നിന്ന് ആർക്ക് കൊടുത്തു? ദേവന്മാർ. അപ്പൊ അസുരന്മാർ ഇതെന്തോ സംശയം, എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി ദേവന്റെ വേഷവും ചമഞ്ഞു വന്ന് രാഹു ഇപ്പത്ത് നിന്നു. സൂര്യചന്ദ്രന്മാർ പറഞ്ഞു, മോഹിനി ഇത് ദേവനല്ല അസുരനാണെന്ന് പറഞ്ഞു ഉടനെ കഴുത്ത് വിട്ടു. ആ ചോരയിൽ നിന്ന് ഉണ്ടായതാണ് ഏത്? ഉള്ളിയും. അത് കഴിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യവും ആധ്യാത്മിക തടസ്സമൊക്കെ ഉണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ? ഇത് 4 ഒഴിവാക്കുന്നത് പാവമല്ല. മത്സ്യമാംസാദികളെ പോലെ പാവമല്ല. പക്ഷെ എന്ത് ചെയ്താൽ നല്ലത്? ഒഴിവാക്കിയാൽ. അപ്പോ എത്ര പേര് നമ്മൾ ഇനി എന്താ പറയാ സസ്യമുക്താകാൻ ഒരു തീരുമാനം എടുക്കും? 1, 2, 3. ഇതൊക്കെ ഇനി അടുത്തടുത്തൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നമ്മൾ ചെയ്താൽ. ഏകാദശിക്ക് ധാന്യം 9 ഒഴിവാണ്. 3ാമത്തെ കാര്യം. ഏകാദശി വ്രതം ഇപ്പൊ ഓൾറെഡി എടുക്കുന്നവർ എത്ര പേരുണ്ട്? ഏകദേശം എല്ലാവരും. ഏകാദശിക്ക് 9 ധാന്യങ്ങൾ ഒഴിവാക്കുക. ഇത് ഭൗതികമായിട്ട് നല്ലതാണ്. ഈ മെഷീനിന് വല്ലപ്പോഴും റെസ്റ്റ് വേണ്ടേ ഇല്ലേ? രാവിലെ 2 കുറ്റി പുട്ട്, അതിൻ്റെ മേലെ 2 ഏത്തപ്പഴം, പിന്നെ ഉച്ചയ്ക്ക് ഒരു കുന്നു പോലത്തെ ചോറ് ഇല്ലേ? ഇതിനൊരു റെസ്റ്റ് വേണോ വേണ്ടേ? നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. മാത്രമല്ല ഏകാദശി ദിവസം പാപപുരുഷൻ ധാന്യത്തിൽ ജീവിക്കുന്നു, വസിക്കുന്നു. പിന്നെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏകാദശി. അന്ന് നമ്മൾ ധാന്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പഴങ്ങള്, പച്ചക്കറികള്, പഴമൂലാദികള് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്ത് ഒഴിവാക്കണം? 9 ധാന്യം, അരി, ഗോതമ്പ്, റാഗി, ചോളം, ഇങ്ങനെയുള്ള 9 ഒഴിവാക്കണം. പക്ഷെ കേരളത്തിൽ ഗുരുവായൂർ പോലെ ക്ഷേത്രങ്ങളിൽ ഈ ഗോതമ്പ് തന്നെ, അതായത് ശാസ്ത്രം ധാന്യം എന്ന് പറഞ്ഞപ്പോൾ അരി മാത്രം ഒഴിവാക്കുക. യഥാർത്ഥത്തിൽ ധാന്യം 9 ഒഴിവാക്കുക. ഇതിൽ ചില ബുദ്ധിമാന്മാരുണ്ട്. അരിയായിട്ട് തിന്നാലല്ലേ പാവം, അതിന് ഇടിച്ച് പുട്ടാക്കി കഴിഞ്ഞാൽ പാവം ചത്തുപോകുന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പറ്റില്ല. 9 ധാന്യവും ഒഴിവാക്കുക. പക്ഷെ ഒരു പ്രയാസം ഉണ്ടാവില്ല. പഴങ്ങളൊക്കെ കഴിക്കാം, മറ്റ് എന്താ പറയുക, എത്രയോ സാധനങ്ങളിൽ നിന്ന് ഈ 9 ധാന്യം അല്ലാതെ എത്രയോ ഒക്കെ കിട്ടും. ഒരു ബുദ്ധിമുട്ടില്ലാതെ. സോ 3ാമത്തെ കാര്യം എന്താണ്? ഏകാദശി വ്രതം. പിന്നെ ഒരു വീട്ടിൽ ഉള്ള എല്ലാവരും സസ്യമുക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീട്ടിൽ പൂർണ്ണമായി ഭഗവാനെ എല്ലാം നിവേദിച്ച് പ്രസാദമായി കഴിയും. ഒരു വീട്ടില് എല്ലാവരും സസ്യമുക്കായി, അല്ലെങ്കിൽ ആ വീടുകളിൽ പഴങ്ങളും പാലും ഒക്കെ ഭഗവാന് സമർപ്പിക്കാം. പക്ഷെ വീട്ടിലുള്ള എല്ലാവരും തികഞ്ഞ സസ്യമുക്കായ അവിടെ എന്ത് പാചകം ചെയ്താലും ആ വീട്ടില് നിവേദിച്ച് പ്രസാദമായി കഴിയും. ഫാമിലി വീട് മുഴുവനും സസ്യമുക്കായവരുണ്ടോ? ഇവിടെ എല്ലാവരും 5-6 എല്ലാവരും. അങ്ങനെ ഉള്ളവർക്ക് നിവേദ്യം അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം.
ഇല്ലാത്തവർ വിഷമിക്കേണ്ട, പഴങ്ങളും പാലും വീട്ടിൽ സമർപ്പിക്കാം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ നിവേദ്യം ചെയ്യുമ്പോൾ ഭഗവാൻ അത് എടുത്ത് കഴിക്കുന്നില്ല. ഭഗവാന്റെ വീക്ഷണത്തിൽ കൂടെ ആ ഭക്ഷണം പ്രസാദമാകുന്നു. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപചായത്തെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നിരന്തരം പ്രസാദം കഴിക്കുന്നത് കൊണ്ട് മാറിക്കിട്ടും. ബോധം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ നല്ല പാചകം ചെയ്തിട്ട് ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ശുദ്ധമായ സസ്യഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ എന്ത് വെക്കണം? ഒരു തുളസി ഇല വെച്ച് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് അറിയാവുന്ന ഒരു ഗുരുമന്ത്രം, കൃഷ്ണമന്ത്രം ഒക്കെ പറഞ്ഞ് ഭഗവാനെ സ്വീകരിക്കാൻ പറഞ്ഞാൽ അത് പ്രസാദമായി മാറും. അത് കഴിക്കുന്നവരുടെ ബോധവും ക്രമേണ മാറാൻ. ഇംഗ്ലീഷിൽ പറയും യു ആർ വാട്ട് യു ഈറ്റ്. എന്താണോ നമ്മൾ വയറ്റിലിടുന്നത് അത് ബോധത്തിൽ റിഫ്ലക്ട് ചെയ്യൂലേ? അല്പം മദ്യം അകത്ത് പോയാൽ അവന്റെ പെരുമാറ്റം, സംഭാഷണത്തിലൊക്കെ മാറ്റം ഉണ്ടാവില്ല. അതേപോലെ പ്രസാദം അകത്ത് പോയാലും ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോ പ്രസാദം കഴിക്കാൻ ശ്രമിക്കുക. ഉദയനന്ദജിയുടെ നിങ്ങൾക്ക് 2 പോയിന്റ് പറഞ്ഞു. ഏതൊക്കെയാ 2 പോയിന്റ് ഡിസ്കസ് ചെയ്ത് മെസ്സേജ് അയച്ചു? പിന്നെ കണ്ടിന്യൂ സ്വീകരിക്കുന്നത്, പൂജിച്ചിട്ട് കൊണ്ടുവരുന്നത്, നമുക്കിനി അങ്ങനെ ഏകാദശി വ്രതം നിവേദ്യം വീട്ടുകളിൽ നിവേദ്യം. പിന്നെ എന്താ ഉള്ളത്? പിന്നെ വീടുകളിലുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം തന്നെ കൃഷ്ണാവബോധം ഒരു വഴികാട്ടി എന്ന പുസ്തകത്തിലുള്ള ഒന്നും പുതിയതല്ല. ഈ പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ട്? കുഞ്ഞു പുസ്തകമാണ്. ഇല്ലാത്തവർ വായിക്കും. കുളിച്ചതിന് ശേഷം ശരീരത്തിൽ 12 തിലകം ചന്ദനം തൊടുക. ജസ്റ്റ് കുളിച്ചാൽ ശരീരം വൃത്തിയാവുകയും തിലകമിടുമ്പോൾ ശരീരം ശുദ്ധമാവുകയും ചെയ്യും. കുളിച്ചാൽ ക്ലീനാണ്, തിലകമിട്ടാൽ പ്യോർ. രണ്ടിനും വ്യത്യാസമുണ്ട്. ക്ലീനിനെസ്സിനും പ്യോറിറ്റിക്കും വ്യത്യാസമില്ല, വൃത്തിക്കും ശുദ്ധിക്കും വ്യത്യാസമില്ല. കുളിച്ചാൽ ശരീരം എന്താകും? വൃത്തിയാവും. ചന്ദനം എടുത്തിട്ടാൽ അതിൽ നമ്മൾ എന്ത് ചന്ദനമായിരുന്നേ? ഗോപി ചന്ദനം. ഇത് വെറും മണ്ണാണ്. തിലകം 3 ഗുണത്തിലാണ്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. തമോ ഗുണ തിലകം എന്ന് പറയുന്നത് ഭസ്മം. മഹാദേവന്റെ ഭസ്മം ഏതാണ്? ശ്മശാനത്തിൽ ശവദാഹം ചെയ്യുന്ന ഭസ്മമാണ്. അത് തമോ ഗുണം. പിന്നെ കുങ്കുമം രജോ ഗുണം. ചന്ദനം സാത്വികം. ആ ചന്ദനത്തിലും 3 ഉണ്ട്. രക്തചന്ദനം, പിന്നെ ചന്ദനം ഉരച്ചെടുക്കുന്നത് ഏറ്റവും ഉയർന്നത് ഏതാണ്? ഗോപീ ചന്ദനം. ഗോപസ്ത്രീകളുടെ കാൽപാത മണ്ണെടുത്ത് ഭഗവാൻ തന്നെ സ്വയം ഒരിക്കലും തലവേദന വന്നു എന്ന് പറഞ്ഞിട്ടു. ഇട്ടില്ലേ? കണ്ടതെല്ലാം ഗോപീ ചന്ദനം. അപ്പൊ നമ്മളിങ്ങനെ തിലകം വരയ്ക്കുന്നത്, യൂപുറി വരയ്ക്കുന്നത് ഭഗവാന്റെ പാദമാണ്. പിന്നെ താഴെ വരയ്ക്കുന്നത് അതിലൊരു തുളസി ഇലയാണ്. ഇങ്ങനെ സാധനങ്ങളെല്ലാം ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി വരുമ്പോൾ ഗവൺമെന്റ് ഒരു സീൽ വെക്കും. നല്ലതാണ്, ISI ഒരു സീൽ വെച്ച് തന്നു. അതുപോലെ ദൈവം അങ്ങനെ വിശ്വസിക്കാം നെറ്റിയിൽ ഓരോ സ്റ്റാമ്പ്. ഇത് ക്ഷേത്രമാണ്. കാരണം ഹൃദയത്തിൽ ആര് വസിക്കുന്നു? ഭഗവാൻ പരമാത്മാവായി വസിക്കുന്നത് കൊണ്ട് ഇത് ക്ഷേത്രമാണ്. അപ്പൊ കുളിച്ചു കഴിഞ്ഞ ഉടനെ ഈ ക്ഷേത്രത്തിനെ വൃത്തിയാക്കി വയ്ക്കുക. 12 തിലകം, അത് ആ പുസ്തകത്തിലുണ്ട്, ഓർത്തോളൂ. ഇതൊക്കെ ചെറുതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തെറ്റോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലതാണ്. ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണുവേ നമഃ, മധുസൂദനായ നമഃ, ത്രിവിക്രമായ നമഃ, വാമനായ നമഃ, ശ്രീധരായ നമഃ, ഋഷികേശായ നമഃ, പത്മനാഭ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ശരീരത്തിൽ
ഇതിനകത്ത് പോകുന്ന ഭക്ഷണവും ഇത് പുറത്തു വരുന്ന ശബ്ദവും എല്ലാം നല്ലതാണ്. നമ്മളെ ഇപ്പൊ എവിടെയും പോയി ഒരു വഴക്കുണ്ടാക്കാൻ അടിയുണ്ടാക്കാൻ പോകുമ്പോൾ മനസ്സ് പറയും വേണ്ട, ജപിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ന് തിലകം തൊട്ടിട്ടുണ്ട്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്കൊരു തോന്നും. അങ്ങനെ സസ്യമുക്കായി നാമജപവും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തുളസിമാല, സസ്യമുക്കായി നാമജപവും ചൊല്ലുന്നവർക്ക് എന്തിടാം? തുളസി. എനിക്കൊരു ഭക്തനെ അറിയാം, തുളസിമാല ഇട്ടിട്ടുണ്ട്, നോൺ വെജ് കഴിക്കുമ്പോൾ ഊരി വെച്ചിട്ട് കഴിച്ച് പിന്നെ എടുത്തിട്ടോ. അത് ശരിയാണോ തെറ്റാണോ? ശ്രീ കൃഷ്ണ ബലറാം. അധികം സമയം എടുക്കില്ല. അപ്പൊ അങ്ങനെ നാമവും ചൊല്ലുന്നു. തികഞ്ഞ സസ്യമുക്തമായവർക്ക് എന്ത് ചെയ്യാം? തുളസിമാല. ഇതും ഒരു സംരക്ഷണമാണ്. നമുക്ക് തുളസിമാല. പിന്നെ നമ്മളെ വീടുകളിൽ, ഇതാണ് മാതാജി പറഞ്ഞത്, എല്ലാവരുടെ വീടുകളിലും നമ്മുടെ പൂജാമുറി ഒരു രീതിയിൽ സെറ്റ് ചെയ്യും. അത് ഇതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും പൂജാമുറി ഉണ്ടോ? മുറിയായിട്ടില്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ മേലെ എപ്പോഴും മേലെ വന്നിട്ട് കൃഷ്ണ, വിഷ്ണു, നാരായണ, ഗുരുവായൂരപ്പ, അനന്തപത്മനാഭസ്വാമി, ഇതെല്ലാം മേലെ വരിക. താഴെ രണ്ടാമത്തെ വരിയിൽ 33 കോടി ദേവഗണങ്ങളും നമുക്ക് വയ്ക്കാം. ചിലപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ല, ഗണപതി, സുബ്രഹ്മണ്യൻ, ഇങ്ങനെയൊക്കെ ചിത്രങ്ങളുണ്ടാവും. അതൊക്കെ എവിടെ വെക്കണം? സെക്കൻഡ്. കാരണം ദേവനും ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സത്യം ഞാൻ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കണോ അല്ല ഈ ഒരു വിഷയം ഒഴിവാക്കണം? ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടു. ദേവൻ വേറെ, ദൈവം. ഇന്ദ്ര, ചന്ദ്ര, വരുണ, വായു, അഗ്നി, ഗന്ധർവ, കിന്നര, കിംപുരുഷ, ഇവരെല്ലാം ആരാ? ദേവഗണങ്ങളാണ്. സൃഷ്ടി നടക്കുമ്പോൾ ഒരു ജോലിക്കായിട്ട് അവിടെ ഒരു ദേവനെ ചുമതലപ്പെടുത്തിയിരിക്കാം. ഇപ്പോ സരസ്വതി എന്താണ്? അല്ലേ? ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും. വരുമൻ എന്ത് ഡിപ്പാർട്ട്മെന്റാ? വെള്ളം. അഗ്നി. ഇപ്പൊ അഗ്നി ഡിപ്പാർട്ട്മെന്റിൽ പോയി നമ്മൾ പോയി പൈസ ചോദിക്കാം, ലക്ഷ്മി പണം വേണമെന്ന് ചോദിച്ചാൽ കിട്ടുമോ? ഡിപ്പാർട്ട്മെന്റ് വേറെ. ഒരു സൃഷ്ടികാലം തൊട്ട് പ്രളയകാലം വരെ ദേവഗണങ്ങൾക്ക് ഈ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഇത് ഉയർന്നെയാണ് ആര്? ഭഗവാൻ. ഈ ഗീതാ മഹാത്മ്യത്തിൽ ഒരു ശ്ലോകമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യം ബ്രഹ്മരുദ്രേന്ദ്ര വരുണേന്ദ്ര രുദ്ര മരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ ശംഖപാഠക്രമോപനിഷദൈ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യൈകം ന വിദുസുരത് അസുരഗണാ ദേവായ തസ്മൈ നമഃ. യം ബ്രഹ്മ, വരുണ, രുദ്ര, ഇന്ദ്ര, മരുത്, ഇവരെല്ലാം കൃഷ്ണ ഭഗവാനെ അങ്ങനെയാണ് സ്തുതിക്കുന്നത്. ഈ തിരുപ്പതിയിൽ ഒരു പാട്ടില്ലേ, കൗസല്യ സുപ്രജ, അല്ലേ? അത് പറയുന്നുണ്ട്, അങ്ങ് ഉണർന്നു വരാൻ വേണ്ടി ഗരുഡൻ കാത്തിരിക്കുന്നു, അങ്ങയുടെ വരവിന് വേണ്ടി സൂര്യൻ കാത്തിരിക്കുന്നു, അങ്ങ് വരാൻ വേണ്ടി യമൻ കാത്തിരിക്കുന്നു. 33 കോടി ദേവഗണങ്ങൾ വേറെ, ഭഗവാൻ. ഇത് ക്ലിയറായോ? ഭാഗവതത്തിൽ വ്യക്തമായി പറയുന്നു. അർജുനൻ കൃഷ്ണ ഭഗവാനെ കണ്ട് പറയാ, പരബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവൻ ഉയർത്തുക. വിശ്വരൂപം കാണിച്ചപ്പോൾ ഓരോ തലയിൽ ഓരോ ദേവഗണങ്ങളെ കാണിച്ചു. അപ്പോൾ മേലത്തെ വരിയിൽ ആരെ വെക്കണം? ഭഗവാനെ. അടുത്ത വരിയിൽ ദേവഗണങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വരിയിൽ താഴെ ഗുരുക്കൾ. മനസ്സിലായില്ലേ? നമ്മൾ പ്രഭുപാദ സ്വാമികളാണ് നമ്മുടെ ശിക്ഷാഗുരു. അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ 5 പേരുണ്ട്. പരമ്പര ഇവിടെ എപ്പോഴും ഉണ്ടാവും. കാണുന്നുണ്ട് 5 പേര് താഴെ ഫോട്ടോയിൽ. പ്രഭുപാദന്റെ അറ്റം, പ്രഭുപാദന്റെ ഗുരു ഉണ്ട്, അതിന്റെ അടുത്ത ഗുരു, ഇങ്ങനെ 5 പേര് ഗുരുക്കൻ. അതും ആ പുസ്തകം. അങ്ങനെ വേണം വീട്ടിൽ നമ്മൾ പൂജാ നിവേദ്യം ചെയ്യാൻ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ കൂട്ട
കൂട്ടത്തില് നമ്മുടെ മരിച്ചുപോയ അച്ഛനോ മുത്തച്ഛനോ പൂർവികരെയോ കൊണ്ടുപോയി പൂജിക്കും. ഓർമ്മയ്ക്കായി നിങ്ങൾ വീട്ടില് അച്ഛൻ അങ്ങനെയുള്ളവരുടെ ഫോട്ടോ നമ്മൾ വെക്കാം, ഓർമ്മയ്ക്കാണ്. പക്ഷെ എന്ത് ചെയ്യാറില്ല? പൂജ ചെയ്യുക. എന്തുകൊണ്ടാണ്? ആ ആത്മാ രക്ഷപ്പെട്ടു പോകട്ടെ. അവർ മരിച്ച് മോക്ഷപ്രാപ്തിയിൽ പോയി ഭഗവാൻ ഇനി വരണ്ട. നമ്മൾ പ്രാർത്ഥന ചെയ്ത് കണ്ണീര്, രക്തം, ശുക്ലം, വിയർപ്പ്, ഇതിൽ കൂടെയാണ് ആത്മാവിനെ ഇവിടെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. അയ്യോ നില വിളിച്ച് അടിച്ച് കരഞ്ഞ് അടുത്തുള്ളവനെയും കരയിച്ച് കരഞ്ഞ് കണ്ണീര് എത്ര അധികം നമ്മൾ പ്രയോഗിക്കും. വിയർപ്പ്, രക്തം, ആ ആത്മാവിനെ എന്ത് ചെയ്തു വെച്ചേക്കുന്നുണ്ട്? ബന്ധിച്ച് തിരിച്ചു പോകാൻ സമ്മതിക്കില്ല. വീണ്ടും അത് അതേ വീട്ടിൽ വന്ന് പുനരഭിജനനം. ശരിയാണോ? ഭാഗവതം 5-ാം സ്കന്ധം പറയുന്നു. അതുകൊണ്ട് കണ്ണീര് വേണ്ട. വിഷമം കൊണ്ട് ചിലപ്പോൾ കണ്ണു നിറഞ്ഞു വരും. പക്ഷെ അത് നിയന്ത്രിക്കാൻ ശ്രമിച്ച് മരണ വീട്ടിൽ എന്ത് ചെയ്യണം? രാമനാമം ചൊല്ലണം. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. മരിച്ചു പോയാൽ ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കുന്നത് വരെയും നോർത്തിൽ പോയത്ര രാമനാം സത്യ കണ്ടിട്ടുണ്ടോ? അല്ലേ? ഇത് ലാസ്റ്റ് പറയും രാമനാം സത്യ, രാമനാം സത്യ, അവസാനം പറയും. കാശി പോകുന്നവർക്ക് കാണാം. കാശി മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്മശാനം തന്നെയാണ്. മഹാദേവന്റെ അമ്പലത്തിന്റെ മുറ്റത്തെത്താ മണികർണിക കടവ്, ഗംഗയുടെ കടവ മണികർണിക. മണികർണിക കടവിന്റെ പ്രത്യേകത എന്താ? സതി ദേഹത്യാഗം ചെയ്തപ്പോ ഹൃദയം വന്ന് വീണ സ്ഥലമാണ്. ആ ഭാഗവത്തിലെ കഥയില്ലേ? സതി ശരീരം മുഴുവനും കത്തിച്ച ഹൃദയം വന്ന് വീണ സ്ഥലമാണ്. ഏത്? കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള മണികർണിക. നേരെ മുമ്പ് പടിയിറങ്ങിയ ഇപ്പൊ ഈ റോഡില്ലേ, അത് തന്നെ. അവിടെ ഒരു ദിവസം കുറഞ്ഞത് 200 ശരീരങ്ങൾ എല്ലാം കൊണ്ടുപോയി ഗംഗയിൽ മുട്ടും, എടുത്തു വെക്കും, ഉണക്കും, നടക്കും. ഇതെല്ലാം ക്ഷേത്രത്തിനകത്താണ് നടക്കുന്നത്. ഒരു കണക്കിന് മഹാദേവ ക്ഷേത്രം തന്നെ എന്താണ്? എല്ലാവരെയും മോക്ഷത്തിലേക്ക്. അപ്പോ നമ്മുടെ പൂജാമുറിയിൽ ആരുടെ ചിത്രം വെക്കരുത്? പൂർവികര്. ഇങ്ങനെ വെച്ചിട്ട് വേണം പ്രസാദം നമ്മൾ നിവേദ്യം ചെയ്യാൻ. ഇനി ഒരു വിഷയം കൂടെ ഉണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ചെറിയ അധികം ബോറടിപ്പിക്കുക, അരമണിക്കൂർ. ശരി, ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ വിഷയങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? മഷ്റൂം അതെന്തുകൊണ്ട് പാടില്ല? അത് വന്നിട്ട് ഫംഗസ്. ഇപ്പൊ ഒരു ആപ്പിൾ ഡപ്പക്കകത്ത് വെച്ചു കഴിക്കാൻ എടുത്ത് മറന്നുപോയി. 2 മാസം കഴിഞ്ഞാൽ തുറന്ന് എങ്ങനെ ഇരിക്കും? മൊത്തം ഫംഗസ് വന്നില്ലേ? എന്ത് ഭക്ഷണ സാധനം വെച്ചാൽ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ അത് മൊത്തം പൂപ്പലൊക്കെ കയറി ഇല്ലേ? എല്ലാം കൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അത് പൂപ്പല്, അത് ഭക്ഷണ വസ്തുവല്ല, അത് അഴുക്കാണ്. ഇപ്പൊ തെങ്ങിന്റെ ഈർപ്പം മഴക്കാലത്തൊക്കെ തെങ്ങിന്റെ ചുറ്റും ഫംഗസാണ്. പക്ഷെ എന്തായി? അതിനെ ആർട്ടിഫിഷ്യലി വളർത്തി അതൊരു കൃഷിയായി, അതൊരു കച്ചവടമായി മാറി. അത് ഫംഗസാണ്. അത് തമോ ഗുണം. അതാണ്, അതുകൊണ്ടാണ് അത് വേണ്ടത്. പക്ഷെ ഇപ്പൊ അത് മോഡേണൊക്കെ ആയി. വീട്ടിലൊക്കെ ചാക്കൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് ചെടിയൊക്കെ ഫംഗസ് വളർത്താം. ക്വസ്റ്റ്യൻ? എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കുക. ഏകാദശിക്ക് ധാന്യം ഉപയോഗിക്കരുത്. തലേ ദിവസം, അതായത് അതിന്റെ റിയൽ റൂൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ സൂര്യോദയ സമയത്ത് വയറ്റിൽ ധാന്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? തലേന്ന് തന്നെ രാത്രി ഒഴിവാക്കും. പക്ഷെ കലികാലത്തില്
നമ്മുടെ ആരോഗ്യം അനുവദിച്ചാൽ അത്ര കർശനമായി നോക്കിയാൽ മതി. കാരണം പഴയ രീതിക്കൊന്നും ഇന്ന് എത്രമാത്രം നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അവസാനം ആൾക്കാർ തലേന്നും കഴിച്ചില്ല, അടുത്ത ദിവസം കഴിച്ചില്ല, 3 ഇഞ്ചെന്ന് തലകറങ്ങി വീണാൽ വീട്ടുകാർ പറയും ഹരേ കൃഷ്ണ എല്ലാം നീ മതിയാക്കി അല്ലേ. ഇപ്പൊ നമ്മുടെ ശരീരം എത്രയ്ക്ക് അനുവദിക്കുമോ അത്രയ്ക്ക്. ഇപ്പൊ ഞങ്ങളുടെ ആശ്രമത്തിൽ തന്നെ വെള്ളം പോലും കുടിക്കാത്തവരുണ്ട്. രാവിലെ 6 മണിക്ക് മാങ്ങ മുറിച്ച് തിന്ന് രാത്രി 11 മണി വരെ മാങ്ങ വെട്ടി തിന്നു. ധാന്യം ഒഴിവാക്കുക. ബാക്കി കർശനമായ നിയമങ്ങളെല്ലാം നമ്മുടെ ശരീരവും കൂടെ മനസ്സിലാക്കിക്കൊണ്ട്. ഇപ്പൊ വയസ്സായവരുണ്ട്, 3 മണിക്ക് ഗുളി കഴിക്കണം, 5 മണിക്ക് ഗുളി കഴിക്കണം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പഴങ്ങളും മറ്റേ എന്താണ് കാഷ്യൂ, അതുപോലെ കപ്പലണ്ടി, അതൊക്കെ കഴിക്കുക, നല്ല എനർജി. അപ്പൊ ബാക്കിയുള്ള നിയമങ്ങളെല്ലാം നമ്മുടെ ശരീരം എത്ര അനുവദിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കർശനമായ നിയമങ്ങൾ എന്തെന്ന് വെച്ചാൽ ഏകാദശിയുടെ തലേന്ന് ഒരിക്കൽ കഴിച്ച് അന്ന് രാത്രി ഉപവസിച്ച് ഉറക്കവും ഒഴിയാതെ നാമവും ചൊല്ലി അടുത്ത ദിവസം ഇത് വ്രതമെന്ന് പിന്നെ ചെന്ന് പുണ്യ നദിയിൽ കുളിച്ചിട്ട് ഒരു ധാന്യം എടുത്ത് കഴിക്കുക. അതൊക്കെ പറഞ്ഞ ഇന്ന് പകുതി ആൾക്കാർ ഓടി. നമുക്ക് എത്ര സാധിക്കുമോ ആ രീതിക്ക് തുളസി പറിക്കാവുന്ന തുളസി ചെടിയെ വന്നിട്ട് നമ്മൾ ഒരു ഗോപികയായിട്ടാണ് കാണുന്നത്. തുളസി ദേവി. ഇത് വൃന്ദാവനത്തിൽ പോയാൽ ചില അമ്പലങ്ങളിൽ സ്ത്രീരൂപം തന്നെ വെച്ചിട്ടുണ്ട്. തുളസി ഭഗവാന്റെ ലോകത്തിൽ, ഗോലോകത്തിൽ ഒരു സ്ത്രീയാണ്, ഗോപികയാണ്. എന്താ പേര്? വൃന്ദാദേവി. ചെടി രൂപത്തിൽ വന്നപ്പോഴാണ് തുളസി. ഒരു മഹാഭക്തയാണ്, ഗോപികയാണ്. അപ്പൊ ഏകാദശി ദിവസം, അങ്ങനത്തെ ഉത്സവ ദിവസങ്ങൾ, പുണ്യ ദിവസങ്ങളിലെല്ലാം ആ ദേവിയും വ്രതം ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങനത്തെ ദിവസങ്ങളിൽ അതിനെ ഉപദ്രവിക്കില്ല. മറ്റ് ദിവസങ്ങളിൽ പകലിൽ മാത്രം തുളസി ഇല പറിക്കും, അതിൻ്റെ കതിരുണ്ട്, അതെടുക്കും, അതൊക്കെ പൂജിക്കും. വേറെ ചോദ്യങ്ങൾ വന്നോ? അപ്പൊ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം എത്ര പേർക്ക് ഇത് നല്ലതാണെന്ന് ബോധ്യമായി ജീവിതത്തിൽ പകർത്തണം, ഇതൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ബോധ്യം എത്ര പേർക്കുണ്ട്? അപ്പോ സമയത്തേക്കോ അതായത് ജപം കൃത്യം എണ്ണി ചെയ്യണം. ഇപ്പൊ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുകയാണ്, ദിവസവും 4 മാല ചെയ്യണം. ആ 4 മാല സമയം കണ്ടെത്തി നമ്മൾ ഇരുന്ന് ജപിച്ച് ശ്രദ്ധയോട് ചെയ്യും. ബാക്കി സമയത്തൊക്കെ നമ്മൾ ഈ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. മനസ്സിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അമ്മയ്ക്ക് ഒരു എന്താ പറയുക 2 വയസ്സ് കുഞ്ഞ് വീട്ടിലുണ്ട്. അമ്മ ആ കുട്ടി ഒരു അത്യാവശ്യത്തിന് ഒരു ബാങ്ക് വരെ പോകണം, ഒരു സ്ഥലത്ത് പോകണം, ഒരു കാര്യം. അവിടെ പോയി ചെല്ലാൻ എഴുതുന്നു, പൈസ അടയ്ക്കുന്നു, പൈസ എടുക്കുന്നു, ആൾക്കാരെടുത്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്താലും അമ്മയുടെ ശ്രദ്ധ എവിടെയായിരിക്കും? എന്തായിരിക്കും അല്ലേ? ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. വെളിയിൽ എന്ത് ജോലിക്ക് പോയാലും എന്ത് ചെയ്താലും മനസ്സിലാകുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ആ സ്റ്റേജ് അല്ല. പക്ഷെ നാമജപം ചെയ്ത് 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 എന്ത് കാര്യങ്ങൾ ചെയ്ത്, അതാണ് ഭഗവാൻ അർജുനന്റെ അടുത്ത് പറയുന്നത്, മാ മനുസ്മര യുദ്ധയക്ഷ, എന്നെ വിചാരിച്ചുകൊണ്ടേ അർജുന നീ യുദ്ധം ചെയ്യും. ആ ഒരു സ്റ്റേജ് നമ്മൾ എത്തും. ജപം ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ജോലിയാണെങ്കിലും മനസ്സിൽ എന്ത് ഓടിക്കൊണ്ടിരിക്കും? ഉയരാണ്. സോ ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് കീർത്തനമാണ്.
അപ്പോൾ മെയിൻ കാര്യം പറയാൻ നോക്കുന്നത് ജപമാല മാലയിൽ ജപിക്കാത്തവർ ചിലർക്കൊക്കെ ചോദിക്കും, ഞാൻ വിരൽ കൊണ്ട് ജപിച്ചാൽ മതിയോ, വിരൽ കൊണ്ട് ജപിച്ചാൽ മതിയോ? ഒന്നും തെറ്റില്ല, ഒന്നും തെറ്റില്ല, എല്ലാം ശരിയാണ്. പക്ഷേ മാലയിൽ ജപിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ദേവന്മാരുടെ കയ്യിലും മാലയുണ്ടാവും. നിങ്ങൾ കണ്ട അയ്യപ്പസ്വാമിയുടെ കയ്യിൽ, മഹാദേവന്റെ കയ്യിൽ, ഗണപതിയുടെ കയ്യിൽ. ഇത് നമ്മുടെ ഒരു ആചാരം, ഒരു സിസ്റ്റമാണ്. ഇതിൽ 108 മുത്തുക്കളുണ്ട്. നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങളിലെല്ലാം മന്ത്രം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 108. ഉപനിഷത്തുകൾ 108 മന്ത്രങ്ങൾ, 108 അഷ്ടോത്തര ശതം. എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ 108 എന്ന സംഖ്യ ദൈവത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന സംഖ്യ. ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, നദികളിൽ ഞാൻ ഗംഗയാകുന്നു, പർവ്വതങ്ങളിൽ ഞാൻ ഹിമാലയമാകുന്നു, വേദങ്ങളിൽ ഞാൻ സാമവേദമാണ്. അങ്ങനെ സംഖ്യയിൽ ഭഗവാൻ എത്രയാണ്? 108. അതുകൊണ്ട് നമ്മൾ എല്ലാ മന്ത്രവും എത്ര പ്രാവശ്യം ചൊല്ലും? 108 പ്രാവശ്യം. അപ്പൊ ഇതിൽ ഒരു പ്രധാന ഇതിൽ നമ്മൾ ഒരു തവണ ചൈതന്യ മഹാപ്രഭുയുടെ മന്ത്രം, കലികാലത്തിൽ ഭഗവാൻ കൃഷ്ണൻ ആരായി അവതരിച്ചു? ചൈതന്യ മഹാപ്രഭു. അത് ഒരു തവണ ചൊല്ലിയിട്ട് ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ, ഓരോ മുഖായി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പൊ 108 ചൊല്ലാൻ 10 മിനിറ്റ്. ഈ വിരൽ മാത്രം നമ്മൾ ഉപയോഗിക്കില്ല, ബാക്കി എല്ലാ വിരലും ഉപയോഗിച്ച് ഈ വിരൽ ഉപയോഗിക്കില്ല. പിന്നെ ചൂണ്ടുവിരലില്ലാതെ മറ്റു വിരലിൽ ഇങ്ങനെ മാല പുറകോട്ട് കഴിക്കും. പുറകോട്ട് കിണറ്റിൽ വെള്ളം കോരുന്ന പോലെ ബാക്കിൽ കഴിക്കും. ഈ വിരൽ കഴിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അഹങ്കാരത്തിന്റെ വിരലാണ്. ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ ഈ റോഡിലൊക്കെ രാഷ്ട്രീയക്കാരന്മാരുടെ പ്രതിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അഹങ്കാരം, എൻ്റെ ഞാൻ പറയുന്ന അനുസരിച്ച് ആരും ഇങ്ങനെ കേട്ടോ, ഞാൻ പറയുന്നത് അനുസരിക്കണം. എങ്ങനെ അഹങ്കാരത്തിൻ്റെ വിരലല്ല. അതുകൊണ്ട് യോഗയൊക്കെ ചെയ്യുന്ന, യോഗമുദ്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ വിരലിനെ മടക്കി വെച്ച് ഇങ്ങനെ യോഗ ചെയ്യാം അല്ലേ? ഇതാണ് ചിന്മുദ്ര. ഈ വിരലൊക്കെ മടക്കും. അഹങ്കാരം പാടില്ല, അഹമെന്നതേ പാടില്ല. പിന്നെ അമ്പലത്തിൽ ദുർഗയുടെ പ്രതിമയൊക്കെ കാണുമ്പോൾ ദേവി എങ്ങനെ അനുഗ്രഹിക്കുക? ഈ വിരല് എല്ലാം മടക്കും. കുനിയുമ്പോഴേ അഹങ്കാരം കുറയും. നോക്കിക്കോളൂ, ഒന്നിന് പൊക്കം കൂടുതൽ, ഒന്ന് കുറവ്, ഓരോ സൈസ്. കുനിഞ്ഞാലോ എല്ലാം ഒറ്റ ലൈനിൽ വന്നു. തനിയെ നിന്നാൽ ആ കരയുന്നില്ല അല്ലേ? നമസ്കാരം, മഹീമമ അഹങ്കാരം ആണ് നമസ്കാരം. അപ്പൊ തലമുണ്ട്. അപ്പൊ ഈ വിരൽ അങ്ങ് മാറ്റിയിട്ട് മറ്റു 3 വിരലില് ജപമാല എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഇത് 10 മിനിറ്റ്. ഒരു മാല, 4 മാലയാണെങ്കിൽ 40 മിനിറ്റ്, 8 മാലയാണെങ്കിൽ 3. ചിലർ സ്പീഡായിട്ട് ചൊല്ലുന്നവരുണ്ട്, 7 മിനിറ്റ് 8 മിനിറ്റിലൊക്കെ ചൊല്ലുന്നവരുണ്ട്. സോ ജപമാല ഇല്ലാത്തവർക്ക് ജപമാല ചെയ്യാം. പിന്നെ പൂർണ്ണമായി സസ്യബുക്കായാൽ എന്ത് ചെയ്യാം? നമുക്ക് കണ്ടിമാല, കണ്ടം, അഴുത്ത്, കണ്ടിമാല, അഴുത്ത്. അതായത് ഇങ്ങനെ ഇട്ട മാല, സാധാരണ നമ്മൾ ചെയിനൊക്കെ ഇടുന്നില്ല മാല, ഇങ്ങനെ ഇട്ട കണ്ടിമാല, കഴുത്തിൽ സംരക്ഷണം. മഹാദേവന്റെ കഴുത്തിൽ പാമ്പില്ല ഇല്ലേ? സംരക്ഷണം, കണ്ടിമാല, സംരക്ഷണം. അപ്പോൾ ഇപ്പോൾ മാതാജി കൊടുക്കോ മാല എന്താണ് പരിപാടി? വേണമെന്നുള്ളവർക്ക് എന്താണ്, ഇങ്ങനെയാണ് അത് രീതി. ഓക്കെ, അപ്പോൾ ഉദയാണ് പേര്